പ്രവാചകൻ നിന്നൊക്കെ പ്രചോദനമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന അക്ബർ സാഹിബിൻ്റെ ആ തരത്തിലുള്ള ഒരു വീഡിയോ പരിശോധിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഇതിനു മുൻപ് ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രവാചകൻ നിന്നൊക്കെ പ്രചോദനമായിട്ട് സാഹിബ് വീണ്ടും അതിൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം സംസാരിച്ചത് പ്രവാചകത്വം അല്ലെങ്കിൽ പ്രവാചകന്റെ മാതൃക, അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ അവകാശവാദം, ഖുർആൻ എങ്ങനെ, എന്തിന് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിൽ ഇന്ന് കുറച്ചുകൂടി വ്യക്തിപരമായി മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, മുഹമ്മദിൻ്റെ വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള മുഹമ്മദിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മുഹമ്മദിൻ്റെ ഇഷ്ടങ്ങളും വെറുപ്പും മുഹമ്മദിൻ്റെ വികാര വിക്ഷോഭങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള കുറേ ഖുർആൻ വചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ, അദ്ദേഹത്തിന് വേണ്ടി മണ്ണൊരുക്കുന്ന തരത്തിൽ, മറ്റുള്ളവരൊക്കെ ആ അർത്ഥത്തിൽ പരുവപ്പെടുന്ന തരത്തിലൊക്കെ ഖുർആൻ വചനങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ മുഹമ്മദിൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മുഹമ്മദ് തന്നെ തയ്യാറാക്കിയതാണ് എന്ന് സംശയം തോന്നില്ലേ എന്ന ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ വ്യക്തി താല്പര്യത്തിനും വേണ്ടി അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഒഴികെയുള്ള ബാക്കി കുറേ കാര്യങ്ങളാണ് പരാമർശിച്ചതെങ്കിൽ ഈ സമയത്ത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് മുഹമ്മദ് നബിയുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു എന്ന് ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിലുള്ള ഖുർആൻ വചനങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള, അദ്ദേഹത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില ന്യായീകരണങ്ങളാണ്. അത് ഒരല്പം രസകരമായിട്ടുള്ള ന്യായീകരണങ്ങളാണ്, വളരെ കൗതുകമുള്ള ന്യായീകരണങ്ങളാണ്. അപ്പോൾ അതിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം റഹ്മത്തുൽ ആലമീനാണ്. ലോകത്തിന് മുഴുവനും, ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമാണ്. പ്രവാചകന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, കൊള്ളക്കൊടുക്കകളിലെല്ലാം ആ കാരുണ്യം നമുക്ക് കാണാൻ കഴിയും. ഈ കാരുണ്യം പക്ഷേ ചില നിയമങ്ങൾക്ക് നിമിത്തമായി ആയി മാറേണ്ടതുണ്ട്. അപ്പൊ ഖുർആൻ മുഹമ്മദിന്റെ പ്രത്യേക വ്യക്തി താല്പര്യങ്ങളല്ല, ഇത് ദൈവികമായ ചില നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കി അത് മനുഷ്യരാശിക്കാകെ മാതൃകയായി പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് എന്നും, മുഹമ്മദിൻ്റെ ചെയ്തികൾ, മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ മുഹമ്മദിൻ്റെ വ്യക്തിജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഖുർആൻ അതത് സമയങ്ങളിൽ ഇടപെടുകയും തിരുത്തുകയും ഉപദേശിക്കുകയും ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും, മീൻസ് അതിൻ്റെ കൂട്ടത്തിൽ ചില സൗകര്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനുവേണ്ടി മാത്രമായിട്ട് ഉള്ള ഒരു ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്, ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബി ഈ ലോകത്തിനാകെ കാരുണ്യമായിക്കൊണ്ടാണ് മുഹമ്മദ് നബിയെ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ പോരാ, ലോകങ്ങൾക്കാകെ എന്ന് പറഞ്ഞാൽ 7 ആകാശത്തിനും 7 ഭൂമിക്കും അതിനിടയിലുള്ളതിന് സകലതിനും അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു മുഹമ്മദിനെ പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബി ഇങ്ങ് വന്നു, പ്രവാചകനായി, സ്നേഹവും കാരുണ്യവും ദയയും വാത്സല്യവും കാരുണ്യവും മാത്രം, എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ക്ഷമ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ പ്രവാചകന്റെ കാരുണ്യം പലപ്പോഴും അത് വലിയ ദുരന്തമായി മാറും എന്നൊരു പേടി അള്ളാഹുവിന് പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ പ്രവാചകൻ കാരുണ്യം കാണിക്കുന്നു. കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും, മുസ്ലിമിനോടും അമുസ്ലിമിനോടും, സ്വതന്ത്രനോടും അടിമയോടും, ആണിനോടും പെണ്ണിനോടും, ജൂതനോടും ബഹുദൈവ വിശ്വാസിയോടും, ഇങ്ങനെ എല്ലാവരോടും ഒരുപോലെ മുഹമ്മദ് നബി ക്ഷമയും കാരുണ്യവും കാണിച്ചു എന്ന് വിചാരിക്കുക. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാഹിബ് നമുക്ക് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരും. കേൾക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യ പ്രകടനം നിയമങ്ങളായി മാറിയാൽ ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് കാരണം മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുകയും മാതൃക കാണിക്കുകയും എല്ലാവർക്കും പിന്തുടരാൻ കഴിയുന്ന ഉത്തമമായ ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതിലേക്കാണ്. അപ്പം മുഹമ്മദ് നബി എല്ലാവരോടും കാരുണ്യം ചെയ്താൽ മുഹമ്മദ് നബി ചെയ്തതും പറഞ്ഞതും മൗനം കൊണ്ട് അനുവദിച്ചതും എല്ലാം നിയമമാകുന്ന ഒരു മതത്തിൽ മുഹമ്മദ് നബി എല്ലാവരോടും കാരുണ്യം കാണിച്ച് കാരുണ്യം കാണിക്കൽ തന്നെ ഒരു നിയമമായി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ കഥ പറയാനുണ്ടാവും. സംഗതി പറയാൻ നല്ല ഇമ്പമുള്ളതാണ് കാരുണ്യം. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ ഒരു ഇമ്പമൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാവരോടും കാരുണ്യം കാണിച്ചാൽ ആകെ പുലിവാലാവൂലേ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് തെളിവായിട്ട് ഒരു സംഭവത്തിൽ നിന്നൊരു ഉദാഹരണം പറയും. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടത് കാണാൻ കഴിയും. ഖുർആൻ 8-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാലിലെ 47-ാമത്തെ വചനം ഉദാഹരണം. ബദറിലെ കുറ്റവാളികൾ, പിടിച്ചുകൊണ്ടുവന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ, അഥവാ മക്ക രാജ്യത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയ ആളുകൾ, പീഡിപ്പിച്ച ആളുകൾ, പ്രയാസപ്പെടുത്തിയ ആളുകൾ എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ ഉള്ള 70 പേർ അവരെ എന്ത് ചെയ്യണമെന്ന വിഷയം ചർച്ച ചെയ്തു. ആരുമായിട്ട് ചർച്ച ചെയ്തു? ഇതെങ്ങനെ 70 ആയി? 72 പേരുണ്ടായിരുന്നല്ലോ.
72 73 പേരുണ്ട്. 72 എന്തായാലും ഉണ്ട്. അപ്പം മുഹമ്മദ് നബിയുടെ കാരുണ്യം കാണിക്കൽ കുറച്ച് കൂടിയപ്പോൾ അള്ള പറഞ്ഞു, പിന്നെ പ്രവാചകരെ നിങ്ങളെ കാരുണ്യം കാണിക്കൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, എത്ര കാരുണ്യം വേണ്ട, അത് പിന്നീട് വലിയ പുലിവാലാകും എന്നുള്ള പറഞ്ഞിട്ട് അപ്പം തന്നെ ഇടപെട്ടു. ആ സന്ദർഭമാണ് വിവരിക്കുന്നത്. ബദർ യുദ്ധാനന്തരം. ഓക്കെ, ബദർ യുദ്ധം മുഹമ്മദ് നബിയുടെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതവിടെ മാറ്റി വെക്കാം. കാരണം വലിയ ഒരു സംഭവമായതുകൊണ്ടും നമ്മൾ പലതവണ പറഞ്ഞതായതുകൊണ്ടും നമ്മൾ ബദർ ഏത് തരത്തിലുള്ള കാരുണ്യമായിരുന്നു എന്നതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തായാലും ആ വലിയ കാരുണ്യ പ്രവർത്തനത്തിന് ശേഷം തടവിലാക്കപ്പെട്ട 72 പേര്, അതിൽ 70 പേരുടെ കാര്യത്തിൽ ഇവർ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ കാരുണ്യക്കടലായ മുത്തുനബി തൻ്റെ അനുചരന്മാരോട് ആലോചിച്ചു. അബൂബക്കറിനെ വിളിച്ചു, ഉമറിനെ വിളിച്ചു. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, നമുക്ക് ഓല വെറുതെ വിടാം നബിയെ, ഓലൊക്കെ നമ്മളെ കൂട്ടക്കാരും കുടുംബക്കാരും എളാപ്പ മൂത്താപ്പ മക്കളും സ്വന്തം മക്കളെ കല്യാണം കഴിച്ച ഭർത്താക്കന്മാരുൾപ്പെടെ സ്വന്തം മരുമക്കളും അനന്തരന്മാരും അമ്മായിൻ്റെ മക്കളും ഇളയമാൻ്റെ മക്കളും, ഒരു കുടുംബം അല്ലേ, ഒരു കുടുംബം, ഒരു ഗോത്രം, അതിനകത്ത് പല കുടുംബങ്ങളിൽ അല്ലെങ്കിൽ അതിനടുത്ത് ചുറ്റുമുള്ള ഒരേ ഗോത്രങ്ങൾ, സ്വന്തം ഗ്രാമത്തിലുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അബൂബക്കർ പറഞ്ഞു നമുക്ക് ഓല വെറുതെ വിടാം. പക്ഷെ ഉമറാണെങ്കിൽ ഉമർ പറഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടൻ 2 പാർട്ടീസാണ്. ഉമർ പറഞ്ഞു ഒരൊറ്റെണ്ണത്തിനും വെറുതെ വിടാൻ പാടില്ല, കാരണം ഇവരെ ഇപ്പോൾ നമ്മൾ വെറുതെ വിട്ടാൽ അവർ വീണ്ടും കച്ചവടത്തിന് പോകും എന്നാണ്. ഞാൻ കച്ചവടത്തിന് പോകുന്ന ഞാൻ പറഞ്ഞതാണ്, ഇനി അത് കട്ട് ചെയ്ത് വരണ്ട. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉമർ പറഞ്ഞു ഒരൊറ്റെണ്ണത്തിനും വെറുതെ വിടുന്നത്, ഓരോ സകല എണ്ണത്തിനും തല കൊയ്തോളം പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി ഒരു തീരുമാനം എടുത്തു. അതിൻ്റെ മുമ്പ് ഞാൻ പറയുന്നത് 72 എങ്ങനെ 70 ആയി എന്ന് അക്ബർ സാഹിബ് പറയുമോ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ചർച്ച ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനോടും ഉമറിനോടും റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവരെ വെറുതെ വിടാം പ്രവാചകരെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവരെ മുഴുവൻ തലചറക്കാം പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത തീരുമാനം അവരെ വെറുതെ വിടുക എന്നാണ്. ചിലർക്ക് ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട്, ചിലർക്ക് നിരുപാധികം, ഇങ്ങനെ വെറുതെ വിട്ടു. അതാണ്. അപ്പം മുഹമ്മദ് നബി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കാരുണ്യക്കടലാണല്ലോ, എല്ലാവർക്കും കാരുണ്യം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അവൻ നബി എന്ന് വിചാരിച്ചു വിട്ടേക്കാം, വെറുതെ വിട്ടേക്കാം. ആലോചിക്കണം, ഉപജീവനാർത്ഥം കച്ചവടത്തിന് പോകുന്ന കച്ചവട സംഘത്തെ പതിയിരുന്ന് ആക്രമിക്കാൻ ആളെ പറഞ്ഞയച്ച്, ചാരന്മാരെ പറഞ്ഞയച്ച് പതിയിരുന്ന് അക്രമം നടത്താനും കൊള്ളയടിക്കാനും തയ്യാറായി ഒരുങ്ങി നിന്നു. 2 തവണ രക്ഷപ്പെട്ടു പോയി, 3-ാം തവണ എന്തായാലും കൊള്ളയടിച്ചു പറ്റൂ എന്ന തരത്തിൽ ഒരുങ്ങി വന്ന് ആ കൊള്ളയടിക്കാൻ വന്ന സംഘത്തോടുള്ള പ്രതിരോധം എന്ന രീതിയിൽ മക്കയിൽ നിന്ന് വന്ന ആളുകളുമായിട്ടുണ്ടായ സംഘടനമാണ് ബദർ. ആ ബദറിന് ശേഷം അതിൽ നിന്ന് കുറേ പേരെ ബന്ദികളാക്കി പിടിച്ചു. അതിലെ 70 പേരുടെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ കാരുണ്യക്കടലായ മുത്തുനബി തീരുമാനിച്ചു, എന്തായാലും നമ്മൾ കാരുണ്യക്കാരനല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെയൊക്കെ നമുക്ക് വെറുതെ വിട്ടേക്കാം എന്ന് മുഹമ്മദ് നബി തീരുമാനിക്കുകയും അവരെ മുഴുവൻ വെറുതെ വിട്ടു. കുറച്ച് ആൾക്കാരുടെ നിന്നൊക്കെ ചെറിയ മോതിരം, പിന്നെ കുറച്ച് പൈസയും കുറച്ച് ഒട്ടകവും കുറച്ച് സാധനങ്ങളൊക്കെ മോചനദ്രവ്യം എന്ന രീതിയിൽ കുറച്ച് പേരിന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ പൊയ്ക്കോളിയിരുന്നു. ചിലയിടത്തുനിന്ന് ഒന്നും വാങ്ങിയില്ല, നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു. ഈ വെറുതെ വിട്ടവരുടെ കാര്യത്തിൽ ഇവരെ എങ്ങനെയാണ് വെറുതെ വിട്ടതെന്നും ആരെയാണ് വെറുതെ വിട്ടത് എന്നും ഇവരോടത്ത് നിന്ന് മേടിച്ചിട്ടുള്ള മോചനദ്രവ്യം, ചില നിബന്ധനകൾ, ഉപാധികൾ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത്തരം ഉപാധികളിൽ നിന്ന് ഇവരിൽ നിന്ന് ഈടാക്കുന്ന തുകയെ സംബന്ധിക്കുന്നൊക്കെ ചർച്ച മുഹമ്മദുമായിട്ട് ഈ തടവിലാക്കപ്പെട്ടവരും ഇത് സംസാരിക്കുന്ന ആളുകളും മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളും ഒക്കെ പറയുന്ന കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും മുഹമ്മദ് നബി എന്തായാലും കാരുണ്യം കാണിച്ചു, വെറുതെ വിട്ടു, അതാണല്ലോ വിഷയം. പക്ഷെ ഇതിൽ 2 പേരില്ല. 72-ൽ കാരുണ്യം കാണിക്കാൻ മുഹമ്മദ് നബി തീരുമാനിക്കുന്നതിന് മുമ്പ് 2 പേരെ മുഹമ്മദ് നബി തീരുമാനമാക്കി. എവിടെ? അള്ളാഹിൻ്റെ തീരുമാനം വന്നിട്ടില്ല. അബൂബക്കറിനോടും ഉമറിനോടും കൂടിയാലോചന നടത്തിയിട്ടില്ല. ബന്ദികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് യാതൊരു തരത്തിലുള്ള തീരുമാനവും ആകുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി 2 പേരെ കൊല്ലാൻ പറഞ്ഞു. അതിലൊന്ന് ഉഖബ ഇബ്നു അബി മുഅയ്ത്താണ്, മറ്റേത് നിളർ ഇബ്നു ഹാരിസാണ്. ഈ 2 പേരെ കൊലപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട ശത്രുവിനോട് ക്ഷമിച്ച മുഹമ്മദ് നബി എന്ന കഥ മാത്രം അറിയാവുന്നവർ പള്ളിയിലെ ഉസ്താദിനോട് പോയിട്ട് ചോദിക്കാം, അല്ല ഉസ്താദെ, ബദറിൽ തടവുകാരെ പിടിച്ചിട്ട് അതിൽ നിന്ന് ഇവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം വരുന്നതിന് മുൻപ്, അനുചരന്മാരോട് കൂടിയാലോചന നടത്തുന്നതിന് മുമ്പ് മുഹമ്മദ് നബി കൊല്ലാൻ ഉത്തരവിട്ട 2 പേരിൽ ഉഖബ ഇബ്നു അബി മുഅയ്ത്ത് ചെയ്ത തെറ്റെന്തായിരുന്നു? എന്ത് കാരണം കൊണ്ടാണ് മുഹമ്മദ് നബി അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടത് എന്ന് ഉസ്താദിനോട് വിശ്വാസികൾ, കാരുണ്യക്കടലായ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്ന എല്ലാ വിശ്വാസികളും, പ്രത്യേകിച്ച് മുഹമ്മദ് നബി എല്ലാവരോടും ക്ഷമിച്ച നബിയാണ്, ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട ആളോട് ക്ഷമിച്ചു എന്ന കഥ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എല്ലാ വിശ്വാസികളും ആദ്യം കാണുന്ന ഉസ്താദിനോട് ഉഖബ ഇബ്നു അബി മുഅയ്ത്തിൻ്റെ മരണത്തെക്കുറിച്ച് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 2 പേരുടെ കാര്യം ആദ്യത്തെ കാരുണ്യം കാണിച്ചിരുന്നു. പിന്നെ 70 പേരോട് ഇങ്ങനെയും കാരുണ്യം കാണിച്ചപ്പോൾ അള്ളാഹ് നേരത്തെ പറഞ്ഞതുപോലെ ഇടപെട്ടു. അള്ളാഹ് പറഞ്ഞു മുഹമ്മദ് നബി ഇക്കോലത്തിൽ കാരുണ്യം കാണിക്കാൻ തുടങ്ങിയ വലിയ പുലിവാലാണ്.
കാരണം ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരണമെങ്കിൽ, അള്ളാഹുവിൻ്റെ നിയമം സ്ഥാപിക്കണമെങ്കിൽ ആ നിയമത്തെ അനുസരിക്കാത്തവരൊക്കെ യുദ്ധത്തിൽ പിടിക്കുകയും പിന്നീട് അവരെ കാരുണ്യം കാണിച്ച് വെറുതെ വിടുകയും ചെയ്താൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ വചനം അവതരിപ്പിച്ചു, ഇത്രക്ക് കാരുണ്യം വേണ്ട, നമുക്കൊന്ന് ചവിട്ടിപ്പിടിക്കാം എന്നല്ല പറഞ്ഞു. പക്ഷേ ആ വെറുതെ വിട്ടത് പ്രവാചകന്റെ കാരുണ്യത്തിന്റെ പ്രകടനമാണ്. പക്ഷേ അതൊരു നിയമമായി മാറിക്കൂടാ. പ്രവാചകൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നീട് ഏത് യുദ്ധത്തിലും പിടിക്കപ്പെട്ട ആളുകളെ വെറുതെ വിടണം എന്നുള്ള നിയമം ഉണ്ടാകും. അള്ളാഹു ഇടപെട്ടു. അതെ. അപ്പൊ ഇപ്പം മുഹമ്മദ് നബി ചെയ്ത സുന്നത്ത് എന്ന രീതിയിൽ എല്ലാ യുദ്ധത്തിലും പിടിച്ചെടുത്ത തടവുകാരിൽ നിന്ന് 2 ആളെ നേർച്ച പോലെ ആദ്യം കൊല്ലുന്ന ഒരു ഏർപ്പാടുണ്ടോ എന്ന് അറിയില്ല. കാരണം മുഹമ്മദ് നബിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്നവരെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട 2 പേരെ തീരുമാനക്കാവുന്നതിന് മുൻപ് 2 പേരെ കൊല്ലുക എന്നൊരു സുന്നത്ത് നബിയുടെ കാര്യത്തിൽ ബദറിലുണ്ട്. ഇനി അത് സുന്നത്താവുമോ നിയമമാവുമോ എനിക്കറിയില്ല. അതോ വെറുതെ വിടുന്ന കാര്യത്തിലുള്ള നിയമം മാത്രമാണോ ബാധകമാവുക അതും അറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. നബി കാരുണ്യം കാണിച്ചു, പിന്നെ എല്ലാവരും കാരുണ്യം കാണിച്ചാൽ പിന്നെ എങ്ങനെ ഇസ്ലാം വളരും എന്നായി. അപ്പം അതുകൊണ്ട് ഒരു പ്രദേശത്ത് ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയാൽ ആ സമയത്ത് നടക്കുന്ന സംഘട്ടനങ്ങളിൽ ആ പ്രദേശം പൂർണ്ണമായും ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നതുവരെ തടവുകാരാക്കി പിടിക്കപ്പെടുന്ന ആളുകളെ, ശത്രുക്കളിൽ ആരെയും വെറുതെ വിടണ്ട, അവരെയൊക്കെ കൊല്ലാം എന്ന തീരുമാനത്തിൽ അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു. കൊല്ലൽ മാത്രമല്ല, വേറെ ഉപാധികളുണ്ട്. അതാണ് 47-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഒരു പ്രവാചകനും ആ ഒരു രാജ്യത്ത് പൂർണ്ണമായ അധികാരം ഉണ്ടാകുന്നത് വരെ യുദ്ധക്കുറ്റവാളികളെ വെറുതെ വിടുവാൻ പാടില്ല എന്നുള്ള വചനം. ഇങ്ങനെയുള്ള ഇടപെടൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ തിരുത്തലാണ്. പക്ഷേ അത് വിശ്വാസിക്കേ മനസ്സിലാകൂ. നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അതും പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കുഴപ്പമില്ല. ഉമറിന്റെ സമ്മർദ്ദം അതിഭീകരമായിരുന്നു. ഉമർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ആളുകളിൽ നിന്ന് പണം മേടിച്ചും ഉപാധി മേടിച്ചും മരുമകൻ്റെ അടുത്ത് നിന്ന് മോതിരം പകരം മേടിച്ചൊക്കെ ആളുകളെ പറഞ്ഞു വിട്ടപ്പം ഉമറിന് അതിൽ കടുത്ത നീരസം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഉമറിന് ദേഷ്യം വന്നാൽ അള്ളാഹ് അപ്പം തന്നെ ആയത്തിറക്കി കൊടുക്കും. ഉമർ വന്ന ആദ്യം ഒരു കാര്യം പറയും, ഒരു തവണ പറയും, ചിലപ്പോൾ അള്ളാഹ് ആയത്തിറക്കൂല. രണ്ടാമത് വീണ്ടും പറയും, ചിലപ്പോൾ അള്ളാഹ് പിന്നെ ആയത്തിറക്കൂല. പക്ഷെ മൂന്നാമത് ഉമർ എന്തെങ്കിലും പൊടിക്കൈ പ്രയോഗിക്കും, ഉമറിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കും. ഇനി ഉമറിനോട് കളിച്ചാൽ ശരിയാവില്ല എന്ന് അള്ളാഹ്ക്ക് മനസ്സിലാവും. അള്ളാഹ് അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആയത്തിറക്കും. ആ തരത്തിൽ ഉമറിൻ്റെ വാശിപ്പുറത്ത് ഖുർആനിൽ ഇറങ്ങിയ ഒരു വചനമാണ് മുസ്ലിം സ്ത്രീകൾ ഇന്ന് ഒരു ദുരിതമായിട്ട് അനുഭവിക്കുന്ന ഒരു നിയമത്തിൻ്റെ കാതൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം. ആ സംഭവം ഏതാണ് എന്ന് മനസ്സിലായവർ മാത്രം അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ എന്തുകൊണ്ട് ഒരു പ്രദേശത്ത് നിയന്ത്രണം പൂർണ്ണമായും പ്രവാചകന്റെ കയ്യിലാവുന്നതുവരെ അവിടെ യുദ്ധക്കുറ്റവാളികളായി പിടിക്കപ്പെടുന്നവരെ വെറുതെ വിട്ടുകൂടാ, അവരെ കൊന്നുകളയണം എന്ന നിയമം ഉണ്ടായി എന്ന കാര്യത്തിൽ വേറെ അന്വേഷിച്ച് പോകുന്നു വേണ്ട. ഉമറിന് ദേഷ്യം വന്നിട്ടുണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞപ്പം മുത്തുനബിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്ന് മാത്രമല്ല, മുഹമ്മദ് നബിയെ സംബന്ധിച്ച് മക്കക്കാരായിട്ടുള്ള ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടപ്പിറപ്പുകളാണ്, കൂട്ടുകുടുംബമാണ്, ഒരേ തായ് വഴിയിലുള്ളവരാണ്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകളോട് ഒരു മമത മുഹമ്മദ് നബിക്ക് എല്ലാ കാലത്തും പുലർത്തിപ്പോന്നിരുന്നു. അത് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. കാരണം ആ പ്രദേശം അതിൻ്റെ അധികാരവും പിടിച്ചെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ പിടിച്ചടക്കി തിരിച്ച് അവിടത്തേക്ക് തന്നെ പോകേണ്ട ആൾ എന്ന നിലക്ക് കൂട്ടത്തോടും കുടുംബത്തോടും, മാത്രമല്ല ഈ 8ഉം 10ഉം കല്യാണം കഴിച്ചവരിലൊക്കെ ഏറിയ കൂറും അവിടുത്തെ ആൾക്കാരാണ്. അബൂ സുഫിയാൻ്റെ മകളുണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട്ടൊക്കെയുള്ള ബന്ധം നിലനിർത്തുകയും, ഒരു ഭാഗത്ത് യുദ്ധവും മറുഭാഗത്ത് ലവ് ആൻഡ് വാർ എന്നുള്ള ടെക്നോളജി അല്ലെങ്കിൽ ടാക്ടിക്സാണ് മുഹമ്മദിനെ അവിടെ പ്രയോഗിച്ചിരുന്നത്. അപ്പോൾ മക്കക്കാരോട് അവരെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല. അവരെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വിടുക എന്നൊരു താല്പര്യം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് നബിക്ക് ഉപദ്രവം ഉണ്ടാക്കിയവരൊക്കെ തീരുമാനാക്കാൻ മുഹമ്മദ് നബി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി മക്കക്കാരല്ലാത്ത, ഖുറൈശികളല്ലാത്ത ആളുകളെ യുദ്ധത്തടവുകാരോട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് മറ്റു യുദ്ധങ്ങളും സന്ദർഭങ്ങളും അക്രമങ്ങളും കൊള്ളകളും ഒക്കെ മുൻനിർത്തി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ആ നമ്പറൊക്കെ കയ്യിൽ വെക്കുക. എന്തായാലും അള്ളാഹ് ആയത്തിറക്കി, നബിയെ നിങ്ങളെ കാരുണ്യം കുറച്ച് കൂടുതലാണ്, അത്രക്ക് വേണ്ട, ഒരു പൊടിക്ക് താഴ്ത്തി പിടിച്ചാളി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട്. അതെ, മുഹമ്മദ് നബിക്ക് മാത്രമായിട്ട് കുറേ പ്രത്യേകമായ സവിശേഷതകളുണ്ട്. അപ്പം അക്ബർ സാഹിബ് പറയണത്, രാത്രി നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു, മൂടിപ്പുതപ്പിട്ട് കിടക്കുന്നവനെ എഴുന്നേക്കൂ, രാത്രി കുറച്ച് സമയം ഒഴിച്ച് ബാക്കിയെല്ലാം നിസ്കരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബിക്ക് നിസ്കാരം ഭയങ്കരമായിരുന്നു, അത് നീര് വരുമായിരുന്നു, രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആയിഷ ബീവി കാലിൽ നീര് വന്നത് കണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന സെൻറ്റിമെൻറ്റ്സ് പറയും. അതേ സമയത്ത് വിമർശകരാണെങ്കിൽ ഇതൊന്നും കാണൂല. നബിക്ക് പ്രത്യേകം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിമർശകർക്ക് ആകെ കാണുന്നത് വേറെ ചില സംഭവങ്ങളാണ് എന്നാണ് സാഹിബ് പറയുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വളരെ കർക്കശമായി ചില സന്ദർഭങ്ങളിൽ തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 105 മുതൽക്ക് 114 വരെയുള്ള 10 വചനങ്ങൾ എന്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടത്? ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകന്റെ അനുയായിയായി അറിയപ്പെടുന്ന, മുസ്ലിമായി അറിയപ്പെടുന്ന, എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ മുനാഫിഖാണ്, അയാൾ കപടവിശ്വാസിയാണ്. അയാൾ ഒരു കൊള്ള നടത്തി, ഒരു പടയങ്കി കട്ടുകൊണ്ടുപോയത് ആളുകൾ അറിയുമെന്നായപ്പോൾ അദ്ദേഹം നേരെ കൊണ്ടുപോയി ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. എന്താ കഥ ഇത്? സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആൾക്കാരൊക്കെ വളരെ ശക്തമായിട്ട് പറയാറുള്ളത് ഇസ്ലാമിൻ്റെ ജൂതവിരോധത്തിന് മറുപടി പറയാൻ വേണ്ടി പറയുന്ന സമയത്ത്, ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു മതമാണ്. ഒരു ജൂതനോട് മുസ്ലിം പക്ഷത്തു നിന്ന് അനീതി ഉണ്ടാകുമ്പോൾ ആ ജൂതന് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി 10-14 ഖുർആൻ വചനങ്ങൾ അവതരിപ്പിച്ച ജൂതനെ രക്ഷപ്പെടുത്തിയ അള്ളയാണ് നമ്മൾ അള്ള, അതിൽ ഖുർആനിലെ വചനങ്ങളുണ്ട് എന്നൊക്കെ പറയും. അതാണിവിടെ മുഹമ്മദ് നബിക്ക്, ഒരു ജൂതന് വേണ്ടി മുഹമ്മദ് നബിയെ തിരുത്തിയ സംഭവം പറയുന്നത്. എന്തായാലും സാഹിബ് ആ വിഷയം ഒന്ന് വിശദീകരിക്കട്ടെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുഹമ്മദിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ കൊള്ള നടത്തി. എന്താ കൊള്ള നടത്തിയാൽ? കളവ് നടത്തി. എന്താ കളവ് നടത്തിയത്? പടയങ്കി. എവിടുന്നാ അത് മോട്ടിച്ചത് അല്ലെങ്കിൽ കൈക്കലാക്കിയത്? യുദ്ധത്തിന് പോയപ്പോൾ. ആര് യുദ്ധത്തിന് പോയപ്പോൾ? മുഹമ്മദും സംഘവും ഒരു കൊള്ളയ്ക്ക് പോയപ്പോൾ അവിടുന്ന് പിടിച്ചെടുത്ത യുദ്ധമുതലിൻ്റെ കൂടെ, അതായത് ശത്രുക്കളെ കൊലപ്പെടുത്തിയും ആക്രമിച്ചും അവർ കൈക്കലാക്കിയ അവരുടെ മുതലിൽ നിന്ന് ഒരു പടയെങ്കി മുഹമ്മദിൻ്റെ കൂടെയുള്ള ഒരാൾ കൈക്കലാക്കി. അത് മോഷണം നടന്നു, കൊള്ള നടന്നു എന്നാണ്. ഈ കൊള്ള അറിയും എന്നായപ്പോൾ ഇതൊരു ജൂതൻ്റെ വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ടു, ജൂതൻ്റെ പെടയിലേക്ക് കേസ് വെച്ചു. അപ്പം അയാൾ ആരായി? മുനാഫിക്കായി. അതുവരെ ആരാണ്? മുഹമ്മദിൻ്റെ കൂടെ യുദ്ധത്തിന് പോയ സഹാബിയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചപ്പം അത് നാട്ടുകാർ അറിഞ്ഞപ്പം അതാരായി? അയാൾ മുനാഫിക്കായി. എന്തോ പോട്ടെ. നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ അക്ബർ സാഹിബ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യം അക്ബറിനോട് തിരിച്ച് ചോദിക്കാനുണ്ട്. അതിനു വേണ്ടി മാത്രം ഇത് കേൾപ്പിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും, ഈ ജൂതന് വേണ്ടി ആയത്തിറക്കിയ അള്ളാഹിൻ്റെ കഥ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, മുഹമ്മദ് അവിടെ നീതി നടപ്പിലാക്കുന്ന ആളാണ്. മുഹമ്മദിൻ്റെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൻ്റെ പുറത്തല്ലാതെ, അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയല്ലാതെ മുഹമ്മദ് നബി ഒരു വാക്കും സംസാരിച്ചിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അങ്ങനത്തെ മുഹമ്മദ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ മുനാഫിക്കിൻ്റെ വാക്കും വിശ്വസിച്ച് സാഹചര്യ തെളിവുകൾ മുൻനിർത്തി ജൂതൻ കുറ്റക്കാരനാണ് എന്ന് ശിക്ഷ വിധിച്ചു എന്നാണ്. അപ്പോൾ വീണ്ടും അള്ളാഹ് ഇടപെട്ടു എന്നാണ് കഥ. പറയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കംപ്ലൈന്റ് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ജൂതന്റെ കയ്യിൽ നിന്നാണ് തൊണ്ടിമുണ്ടൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജൂതനാണ് കുറ്റവാളി എന്ന് പ്രവാചകൻ വിധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് വിധിക്കൽ സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലേ വിധിക്കൂ. ഇങ്ങനെയല്ലല്ല നീ നേരത്തെ പറഞ്ഞത് എന്ന ഒരു സിനിമ ക്ലിപ്പാണ് ഇവിടെ എനിക്ക് ചേർക്കാൻ തോന്നുന്നത്. അതായത് മുഹമ്മദ് നബിക്ക് അങ്ങനെ വിധിച്ചു എന്ന് പറയുമ്പോൾ തെറ്റായ ഒരു വിധി മുഹമ്മദ് നബിയെ പോലെയുള്ള ദൈവികമായ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലപാടെടുക്കുന്ന ഒരാളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് മാത്രമൊന്നുമല്ല, മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് അബദ്ധം സംഭവിക്കുകയും അള്ളാഹ് ഇറങ്ങി വരികയും അള്ളാഹ് ആയത്തിറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം, ഇങ്ങനെ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഒരു വിധിക്കൽ സ്വാഭാവികമാണ് എന്ന് പറയുമ്പോൾ അക്ബർ സാഹിബിന് ഒരു എന്താ പറയുക, ഒരു ഡിസ്കംഫർട്ട് അവിടെ ഫീൽ ചെയ്തു. എനിക്ക് അത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ മാത്രം അതൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി സാഹിബേ. അപ്പോൾ അള്ളാഹു 10 വചനങ്ങളാണ് ഒരു ജൂതനെ സംരക്ഷിക്കാൻ വേണ്ടി, ജൂതന്റെ നിഷ്കളങ്കത വ്യക്തമാക്കാൻ വേണ്ടി അവതരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വചനങ്ങളിൽ പടച്ച തമ്പുരാൻ വളരെ കർക്കശമായ സ്വരത്തിൽ, അതോടൊപ്പം തന്നെ ലോകത്തിന് മുഴുവനും മാതൃകയാകുന്ന രൂപത്തിൽ ഖുർആൻ പഠിപ്പിച്ചു. നീതിയുടെ വിഷയത്തിൽ സ്വന്തക്കാരെന്നോ അന്യരെന്നോ വ്യത്യാസമല്ല. ജൂതനാണ് എന്ന പേരിൽ നിഷ്കളങ്കരായ മനുഷ്യൻ ഒരിക്കലും കുറ്റം ചാർത്തപ്പെട്ടുകൂടാ. അദ്ദേഹം നിരപരാധിയാണ്. ഈ വചനങ്ങളിലൂടെ മൊത്തത്തിലുള്ള സാരം അതാണ്. ഇങ്ങനെയുള്ള ഇടപെടലുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഉറപ്പായിട്ടും കാണാൻ കഴിയും. സൂറത്ത് നിസായിൻ്റെ കാലത്തൊക്കെ പ്രത്യേകിച്ചും കാണാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ മുഹമ്മദിൻ്റെ ഒരു ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ജൂതന്മാരായിരുന്നു. മക്കയിൽ നിന്ന് അക്കുമുക്കും തിരിയാതെ, കച്ചവടം ക്ലച്ച് പിടിക്കാതെ മദീനയിലേക്ക് വരുന്ന സമയത്ത് മുഹമ്മദിൻ്റെ ഒരു ടാർഗറ്റഡ് ഒരു ടീം എന്ന് പറയുന്നത് ജൂതന്മാരായിരുന്നു. ജൂതന്മാർ കാത്തിരിക്കുന്ന ദൂതനാണ് താനെന്നും, ജൂതന്മാരുടെ വിശ്വാസമനുസരിച്ച് വരാനിരിക്കുന്ന പ്രവാചകനാണ് താനെന്നും, തന്നെ വിശ്വസിക്കൽ ജൂതന്മാർക്ക് ബാധ്യതയുണ്ടെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തി, ഞങ്ങൾ ആൾ തന്നെയാണ്, നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ കൂടിക്കോളിയും എന്നവരോട് പറയാൻ, കൺവേ ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ഒട്ടനവധി ചെപ്പടി വിദ്യകൾ കാണിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്
ഇസ്രാ മിയറാജ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു സംഭവം. അതായത് മക്കയിൽ 10 കൊല്ലം പ്രബോധനം നടത്തിയ മുഹമ്മദ് നബി പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള 2-3 വർഷത്തിനിടയിൽ ഖദീജ മരണപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ മരണപ്പെടുന്നു, അദ്ദേഹത്തിനെ സംരക്ഷിച്ചിരുന്ന, അദ്ദേഹത്തിന് കൂട്ടായിരുന്ന, താങ്ങായിരുന്നവരൊക്കെ മരണപ്പെടുകയും എന്നാൽ പ്രബോധനം കാര്യമായി അവിടെ ക്ലച്ച് പിടിക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രബോധനം നടത്താൻ, അവിടെ പ്രബോധനത്തിൻ്റെ ഒരു ഏരിയ ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിക്കും. കഅബയിലുണ്ടായിരുന്ന അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഖുറൈശികളോട് പറഞ്ഞിട്ടൊന്നും ഏൽക്കുന്നില്ല എന്നായപ്പം മദീനയിലെ ജൂതന്മാരെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് മുഹമ്മദ് നബി ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഇന്നും മനുഷ്യരുടെ മതപരമായ ഒരു പുണ്യസ്ഥലം എന്നതിൻ്റെ പേരിൽ മനുഷ്യൻ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ജെറുസലേമിലെ ഈ പറയപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ദേവാലയം ഉണ്ട് എന്ന സാങ്കല്പികമായ ഒരു ദേവാലയത്തിലേക്ക് ജൂതന്മാരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള ആ ഭാഗത്തേക്ക് പോവുകയും അവിടെ നിന്ന് ആകാശയാത്ര നടത്തുകയും ചെയ്തു. നിങ്ങൾക്കറിയാലോ, സിംസാറുൽ ഹക്ക് പറഞ്ഞതനുസരിച്ച് കഅബയാണ് ഭൂമിയുടെ മധ്യഭാഗം എന്ന് മാത്രമല്ല, കഅബയുടെ നേരെ മുകളിലോട്ട് പോകുമ്പോഴാണ് അവിടെ അള്ളാഹിൻ്റെ അർശും കുർസൊക്കെ ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി ആകാശയാത്രയ്ക്ക് പോകുമ്പോൾ ഇവിടുന്ന് ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അവിടുന്ന് ഒന്ന് നിസ്കരിച്ച് അവിടുന്ന് വീണ്ടും ആകാശത്തേക്ക് പോയത്? നിങ്ങൾ ആലോചിക്കുക, മദീനയിലുള്ള ജൂതന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രബോധനം നടത്തി അവരെ അനുയായികളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് അടുത്ത പദ്ധതി ഒരുക്കുന്നത്. രാഷ്ട്രീയ കൗശലം ആലോചിക്കാം. പ്രധാനമന്ത്രി എന്തിനാണ് തമിഴ്നാട്ടിൽ വന്നിട്ട് അവിടുന്ന് ചെങ്കോലെടുത്താണ്ട് പാർലമെന്റ് കൊണ്ടുപോയി വെച്ചത് എന്ന് ഈ തരുണത്തിൽ വെറുതെ ആലോചിക്കാം. എന്നിട്ട് അവിടെ പോയി ആകാശയാത്ര പോയപ്പോൾ അള്ളാഹു വിശ്വാസികളായ ആളുകൾക്ക് നിർബന്ധമായി കൊടുത്ത സമ്മാനം എന്താണെന്നറിയില്ലേ? നമസ്കാരം, നിസ്കാരം. ഈ നിസ്കാരം എന്ന് പറയുന്നത് ജൂതന്മാർക്കിടയിലുള്ള സമാനമായിട്ടുള്ള ഒരു ആരാധനയാണ്. ആ ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആരാധനയാണ്. ശരി, 50 വഖത്ത് 50 സമയങ്ങളിൽ നിസ്കരിക്കണം എന്ന ഒരു സമ്മാന പൊതിയുമായി ആകാശയാത്രയിൽ ഇറങ്ങി വരുമ്പോൾ മുഹമ്മദ് നബിയെ വഴിയിൽ കാത്തുനിന്ന് മുഹമ്മദ് നബിയുടെ അനുചരന്മാർക്ക് വേണ്ടി ദൈവത്തിനടുത്തേക്ക് മുഹമ്മദിനെ തിരിച്ചുവിടാൻ വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ രക്ഷകനായി, മുഹമ്മദിന് ഉപദേശകനായി, മുഹമ്മദിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളായിട്ട് വഴിയിൽ കാത്തു നിൽക്കുന്നത് ആരാണ്? മൂസാ നബി. മൂസാ നബിയാണ് 50 വഖത്ത് നിസ്കാരം കൊണ്ട് പോയാൽ മുഹമ്മദ് ഒന്നും ചെയ്യാൻ ആളുകൾക്ക് നേരം ഉണ്ടാവില്ല, മര്യാദക്കൊന്ന് ബാത്റൂം പോകാൻ പോലും സമയം കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വേഗം ചെല്ല്, ഇത് കുറച്ച് തരാൻ പറയുമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞ് 45 വന്നു, അപ്പോഴും മൂസാ നബി കാത്തു നിന്നു, തിരിച്ചു വിട്ടു, പിന്നെയും വന്നു, മൂസാ നബി കാത്തു നിന്നു, പിന്നെയും പറഞ്ഞയച്ചു, ഇങ്ങനെ ലാസ്റ്റ് 5 വന്നു. എന്ന് മാത്രവുമല്ല, അങ്ങനെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്, ജൂതന്മാരുടെ പുണ്യസ്ഥലം. അവിടത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടായിരുന്നു നിസ്കാരം ആദ്യഘട്ടത്തിൽ. അങ്ങനെയാണ് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ജൂതന്മാരോട് അനീതി കാണിക്കാൻ മുഹമ്മദിന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദിന് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ, ഒരു യുദ്ധത്തിന് പോകണം, കുറച്ച് ആയുധം വേണം, അത് കടം മേടിക്കണമെങ്കിൽ, വാടകയ്ക്ക് എടുക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു പടയങ്കി പണയം വെച്ച് 10 ദിനാർ കൈക്കലാക്കണമെങ്കിൽ ഒക്കെ മുഹമ്മദിന് ജൂതന്മാരെ ആവശ്യമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മുഹമ്മദിന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മദീനയിലെ അറബ് ഗോത്രങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ജൂതഗോത്രങ്ങൾ, ഉപഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മുഹമ്മദ് ആദ്യഘട്ടത്തിൽ ജൂതന്മാരോട് കലഹിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള 2 വർഷം മുതൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി 2-3 വർഷം വരെ മുഹമ്മദ് ജൂതന്മാരെ തൻ്റെ അനുയായികളായി കിട്ടാൻ, ജൂതന്മാരിലേക്ക് പ്രബോധനം എത്തിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചു. ഒന്നും നടക്കാതെ വന്നു. മുഹമ്മദിനോട് ജൂതന്മാർ ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവികമായ പ്രവാചകത്വത്തിൻ്റെ തെളിവ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു മുഹമ്മദിനോട്. അതോടുകൂടി മുഹമ്മദ്, ജൂതന്മാരിലുള്ള പ്രതീക്ഷ, ജൂതന്മാർ ഇസ്ലാം സ്വീകരിച്ച് മുഹമ്മദിൻ്റെ അനുയായികളായി തീരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്നതുവരെ ജൂതന്മാരോട് പ്രത്യേകമായ ഒരു ശത്രുതയും മുഹമ്മദ് പ്രകടിപ്പിച്ചിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് ഒരു ദിവസം ചന്തയിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു ജൂതൻ അബൂബക്കറും തമ്മിൽ നടക്കുന്ന വാക്ക് തർക്കത്തിനിടയിൽ അബൂബക്കറിനോട് ജൂതൻ പറയുന്നുണ്ട്, നിങ്ങളോട് പലിശ വാങ്ങരുതെന്നും കൊടുക്കരുതെന്നും പറയുന്ന മുഹമ്മദ് ഞങ്ങളിൽ നിന്ന് പണയത്തിന് പൈസ മേടിക്കുകയും പലിശ തരികയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അബൂബക്കറിന് ആ ജൂതൻ്റെ കരണത്തടിക്കാൻ തോന്നിയില്ല എന്നാ പറയുന്നത്. അതോ ഇനി കരണത്തടിച്ചു കൊല്ലാൻ പറ്റിയില്ല എന്നോ? അവിടെ മുതലൊക്കെയാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. മുഹമ്മദിനോട് നേർക്കുനേർ ചോദ്യം ചോദിക്കുകയും മുഹമ്മദിൻ്റെ പരിപ്പ് അവിടെ വേവൂല എന്ന് തീരുമാനിക്കുകയും ചെയ്തത് മുതൽ മുഹമ്മദ് ജൂതന്മാരോട് എടുത്ത സമീപനം എന്താണ് എന്നതിന്, മുഹമ്മദ് ജൂതനോട് നീതി കാണിച്ചതിനൊക്കെ ബനൂ ഖുറൈള ഉൾപ്പെടെയുള്ള നിരവധിയായ സംഭവങ്ങൾ തെളിവാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ സമയത്ത്, ഈ പർട്ടിക്കുലർ സമയത്തും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഹേതു ഉണ്ടാക്കി തരുന്ന ആൾ എന്ന നിലക്കാണ്
പ്രവാചക നിന്നയ്ക്ക് പ്രചോദനമായിട്ട് അക്ബർ സാഹിബ് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ആ വിഷയത്തിൽ നമ്മൾ കുറച്ചധികം സംസാരിച്ചു, കുറച്ചുകൂടി മുന്നോട്ട് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും ഖുർആനിൽ. ആ നിർദ്ദേശങ്ങളിൽ ഇത്തരം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പ്രവാചകന് ഭയങ്കര സുഖം നൽകുന്ന നിർദ്ദേശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ വിമർശനത്തിൽ വരൂ. അയ്യേ, മുഹമ്മദ് നബിക്ക് സുഖം വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിമർശനത്തിനെടുക്കുന്നു എന്നതാണോ പ്രശ്നം? അതോ മുഹമ്മദ് നബിയുടെ സുഖം, ആസ്വാദനം, സൗകര്യം, ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട നിരവധി അനവധി ഖുർആൻ വചനങ്ങൾ, നിയമങ്ങൾ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും ബാധകമാണ് എന്ന തരത്തിൽ, അവർക്ക് മാതൃകയാണ് എന്ന തരത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അശ്ലീലങ്ങൾ, ഇതൊക്കെ ഖുർആനിലുണ്ട്. അത് മുഹമ്മദിന്റെ താല്പര്യ പൂർത്തീകരണത്തിന് സഹായകരമാവുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇതല്ലേ വിമർശനം? അല്ലാതെ മുഹമ്മദ് നബി സുഖിച്ചു അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് സുഖം അനുഭവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി, ഇതിനൊന്നും വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൻ്റെ മാതൃക പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യർക്കുള്ള ഉത്തമ മാതൃകയായിട്ട് എഴുതിയുണ്ടാക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അതിൻ്റെ വലിയൊരു ഭാഗം മുഹമ്മദിൻ്റെ വൈകാരികതയും മുഹമ്മദിൻ്റെ കുടുംബജീവിതവും അടുക്കള രഹസ്യവും ബെഡ്റൂമിലെ കുശുകുശുപ്പും ഈ ചക്കളത്തിപ്പോരും തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രന്ഥത്തിൻ്റെ വലിയ ഭാഗം മാറ്റിവെക്കുകയും എന്നിട്ട് ഒരാവശ്യമില്ലാതെ ഈ ഇന്ന് ജീവിക്കുന്ന വിശ്വാസികൾക്ക് യാതൊരു തരത്തിലും ഒരു പ്രയോജനവും ചെയ്യാത്ത, ഈ അർത്ഥത്തിൽ മുഹമ്മദിന്റെ പേര് ചീത്തയാക്കാം എന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായി യാതൊരു പ്രസക്തിയുമില്ലാത്ത എത്രയധികം ഖുർആൻ വചനങ്ങളാണ് ഖുർആനിലുള്ളത്. ഒരു ദൈവത്തിന്റെ ഗ്രന്ഥം, സർവ്വകാലത്തേക്കുമുള്ള മനുഷ്യർക്ക് മാതൃക കാണിക്കാനുള്ള ഗ്രന്ഥത്തിൽ എന്തിനാണ് ഇത്രമേൽ മുഹമ്മദിനെ പഴി കേൾക്കുന്ന തരത്തിലുള്ള ഖുർആൻ വചനങ്ങൾ? ഇതാണ് വിമർശനം. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് മുഹമ്മദിന്റെ സുഖാസ്വാദന സംബന്ധിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ചില ഖുർആൻ വചനങ്ങളിലൂടെ കൂടി നമുക്കൊന്ന് കടന്നു പോകും. ഇനി സൂറത്ത് അഹ്സാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സൂറത്ത് അഹ്സാബിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പ്രവാചകന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ആ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒട്ടുമിക്കാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങളൊക്കെ മുഹമ്മദ് നബിക്ക് മാത്രം ബാധകമായിട്ടുള്ളത്, ഒട്ടുമുക്കാലും ബാക്കി എല്ലാവർക്കും ബാധകമായിട്ടുള്ളത് ആണ്. അതിനൊരു ഉദാഹരണം ആദ്യം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചെന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചാൽ ആ പാർട്ടി കഴിഞ്ഞാലും പാതിര വരെ വർത്തമാനം പറഞ്ഞിരിക്കരുത്, നിങ്ങൾ പെട്ടെന്ന് പിരിഞ്ഞു പോകണം. ഇതെല്ലാ നേതാക്കന്മാരുടെയും എല്ലാ മനുഷ്യന്മാരുടെയും കാര്യത്തിലുള്ള നിയമമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാ? അവസാന നാൾ വരെയുള്ള ആളുകൾക്ക് മുഴുവനുമുള്ള, നേതാക്കന്മാർക്ക് മുഴുവനുമുള്ള മാതൃകയാണ്, അനുയായികൾക്ക് മുഴുവനുള്ള മാതൃകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതുകൊണ്ട്. വളരെ ശരിയായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. സംഭവം സെയ്ദിന്റെ ഭാര്യയായിരുന്ന എന്ന് പറഞ്ഞ് സ്വന്തം വളർത്തു മകന്റെ ഭാര്യയായിരുന്ന സൈനബിനെ വിവാഹം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസം ഒരുക്കിയ പ്രത്യേകമായ വിരുന്ന് സൽക്കാരത്തിലേക്ക്, നിക്കാഹും കല്യാണവും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, എന്തായാലും ആദ്യ രാത്രിക്ക് മുന്നോടിയായിട്ട് ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിലേക്ക് എന്ന രീതിയിൽ അവിടെ ആളുകൾ ഒത്തുകൂടുന്നതിനെ കുറിച്ചാണ് പരാമർശം. ആ കല്യാണം തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അങ്ങനെ ഒരുക്കപ്പെട്ട വിരുന്നിലേക്ക് ആളുകൾ വന്നു. അവർ തീറ്റയും കുടിയും വർത്താനവുമായിട്ട് മുഹമ്മദ് നബീൻ്റെ കൂടാരത്തിൻ്റെ ചുറ്റും കൂടി, അല്ലെങ്കിൽ വീടിന് ചുറ്റും ഇങ്ങനെ തമ്പടിച്ചു. എങ്ങനെ ഇപ്പോൾ ഇറങ്ങിച്ചെന്നിട്ട് കല്യാണം കഴിഞ്ഞ ഒട്ടുമിക്ക ഭർത്താക്കൻ എന്താ പറയുക, പുരുഷന്മാരും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രയാസമായിരിക്കും. കല്യാണത്തിന് തലേദിവസം മുതൽ അല്ലെങ്കിൽ ഒരാഴ്ച മുതൽ എല്ലാ സൗകര്യങ്ങൾക്കും കൂടെ കൂടി എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന കൂട്ടുകാർ, ചങ്കുകൾ, ബ്രോസ് എല്ലാവരും ചുറ്റും ഉണ്ടാവും. അമ്മാവന്മാർ, ഇളയപ്പന്മാർ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ കല്യാണം കഴിഞ്ഞു, പന്തലുകാരനും പോയി, വെപ്പുകാരനും പോയി, എല്ലാവരും പോയി. ഇവർക്കൊന്ന് മണിയറ പോകാൻ നേരമായി. പക്ഷെ ചുറ്റും കൂടിയിരുന്നവർ ആവേശ കമ്മിറ്റികൾ പിരിഞ്ഞു പോകുന്നില്ല. എങ്ങനെ ചെന്നിട്ട് പുതിയാപ്പിള നേരിട്ട് ചെന്നിട്ട്, അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോയിക്കൂടെ, നിങ്ങൾക്ക് വന്നു, തിന്നാൻ തന്നാൽ എല്ലാം തിന്നാൻ കിട്ടിയാൽ അത് തിന്നും കുടിച്ച് സമയം കളയാതെ കാലിയാക്കിക്കൂടെ, നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഇതിൻ്റെ ചുറ്റിലിരിക്കണത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കൂലേ എന്ന് പുതിയാപ്പിളക്ക് പറയാൻ വയ്യ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നലെ വരെ കൂടെ എല്ലാത്തിനും നിന്ന ആൾക്കാരാണ്, നാളെയും ഇവരൊക്കെ ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് അവരോട് അങ്ങനെ ചെന്നിട്ട് നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്, നിങ്ങളൊന്ന് വേഗം പോകുമോ എന്ന് ചോദിക്കാൻ പുതിയാപ്പിളക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ പുതിയാപ്പിള ചെന്നിട്ട് ഏതെങ്കിലും വകയിൽ അമ്മാവനെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയനെയോ ഒക്കെ ചട്ടം കെട്ടും. എന്നിട്ട് അയാൾ വന്നിട്ടാണ് എല്ലാവരും ഓടിച്ചു വിടും. എന്നതുപോലെ മുഹമ്മദ് നബിക്ക് അവിടെ അവതരിക്കാൻ വേറെ ആരുമില്ല. മാത്രമല്ല, മുഹമ്മദ് നബിയുടെ കൂടെയുള്ള ആളുകൾക്ക് ആര് പറഞ്ഞാലാ പേടി? അള്ള പറഞ്ഞാലാ പേടിയുള്ളൂ. അപ്പോൾ അള്ള ആയത്തിറക്കി എന്ത്? മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് എന്തെങ്കിലും വിരുന്ന് സൽക്കാരത്തിന് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ഭക്ഷണം തയ്യാറാവുന്നതിന് നിങ്ങൾ മുമ്പ് അവിടെ പോയി വെറുതെ കുത്തിയിരിക്കരുത്. ഭക്ഷണം തയ്യാറായാൽ നിങ്ങൾ അവിടെ ചെല്ലുക, തിന്നുക, കുടിക്കുക, പിന്നെ വേഗം അവിടുന്ന് പോരണം. അള്ളാഹിൻ്റെ റസൂലിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളോട് പറയാൻ അള്ളാഹ്ക്ക് ലജ്ജയാണ്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്,
വേഗം തിന്നാൻ കിട്ടിയത് തിന്നിട്ട് സ്ഥലം വിട്ടോളണം എന്ന് പറഞ്ഞ് ഖുർആൻ ഇറക്കി. അക്ബർ സാഹിബ് പറഞ്ഞ ഉദാഹരണമാണ്, ഞാൻ പറഞ്ഞ ഉദാഹരണമല്ല. അദ്ദേഹം അത് പറയുന്നുണ്ടോ നോക്കാം വചനം. ആകെ എടുത്ത് പറയാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി നൽകി എന്ന് പറയാനുള്ള കാര്യം എന്താണ്? അത് വേറൊന്നുമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾ പ്രവാചകരെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമർപ്പണം സ്വീകരിച്ച് റസൂലുള്ളാഹിക്ക് അവരെ വിവാഹം ചെയ്യാം. അതെ, ഇതാണ് ഇപ്പോൾ വലിയ കുഴപ്പം. എന്ത്, മുഹമ്മദ് നബീൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് പറയാണ് പ്രവാചകരെ ഞാൻ എന്നെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് വേണമെങ്കിൽ അവരെ വിവാഹം ചെയ്യാം. എന്താ, ബാക്കി ആർക്കും പറ്റൂലേ? എന്താ പ്രശ്നം? വിവാഹം ചെയ്യാനാണെങ്കിൽ ഒരു പുരുഷനോട് വിവാഹാഭ്യർത്ഥന നടത്താൻ മുഹമ്മദ് നബിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകതയുള്ളത്. എന്ത് പ്രത്യേകതയുള്ളത്? അപ്പൊ ഇവരിപ്പോൾ പറയുന്ന ന്യായം മഹറില്ലാതെ നിക്കാഹ് ചെയ്യാമെന്നാണ്. മഹറില്ലാതെ ആർക്കും നിക്കാഹ് ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം, ചെറിയ ഒരു കാര്യം, പേരിനൊരു മഹർ നിശ്ചയിച്ച് വിവാഹം ചെയ്യുക, മഹർ ഭാര്യയ്ക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് ഭാര്യ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം അതൊന്നുമല്ല കാര്യം. ഇവിടെ ഈ വിവാഹം നിങ്ങൾക്ക് എവിടുന്ന കിട്ടി, അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം എല്ലാ വിമർശകരും പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ ധാർമ്മിക ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച പദ്ധതിയാണ് എന്നും ധാർമ്മിക ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ലൈംഗിക ധാർമ്മികതയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മുഹമ്മദ് നബി എന്നൊക്കെ വിശ്വസിക്കുകയും ആരെങ്കിലും ഇസ്ലാം അത് ഉപേക്ഷിച്ചാൽ അവരൊക്കെ കുത്തഴിഞ്ഞ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവരൊക്കെ എന്താ പറയുക, വളരെ മോശം ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നത്, അവരുടെ ജീവിതത്തിന് ഇസ്ലാം തടസ്സമാണ് എന്നൊക്കെ പറയുന്ന വിശ്വാസികൾ കണ്ണും ചെവിയും തുറന്ന് കേൾക്കണം. ഇദ്ദേഹം ഇവിടെ പറയുന്നത് മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി സത്യവിശ്വാസികൾക്ക് ഏതും ബാധകമല്ലാത്ത ഒരു നിയമം സൂറത്ത് അഹ്സാബ് അഥവാ 33-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ വചനമായിട്ട് ഖുർആനിലുണ്ട്. ഇതാണ് ഇപ്പോൾ വിമർശകർ ഇങ്ങനെ പറയണമെന്ന്. എന്നാൽ സാഹിബിന് അറിയാമോ? ഇത് കേട്ടോണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അറിയാമോ? വിശ്വാസികളിൽ ഏറിയ കൂറും അധികം ശ്രദ്ധിക്കപ്പെടാത്ത, കാരണം ഒരു മൂല്യരും വയല് പറയുമ്പം വേദിയിൽ വിളിച്ചു പറയുന്ന ഒരു ഖുർആൻ വചനമല്ലാത്തത് കൊണ്ടും എഴുതപ്പെടുന്ന ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ കാര്യമായി നേർക്കുനേർ പരാമർശിക്കപ്പെടുന്നതല്ലാത്തത് കൊണ്ടും ഒട്ടേറെ വിശ്വാസികൾക്ക് അറിയാത്ത ഒരു ഖുർആൻ വചനമാണ് 33-ാമത്. എൻ്റെ ഒരു രക്തബന്ധത്തിലുള്ള ഒരാളോട് സൂറത്ത് അഹ്സാബ് 33-ാമതിൻ്റെ ആശയം പറഞ്ഞപ്പോൾ എന്നോട് പുള്ളി തർക്കിച്ചത് അങ്ങനെ ഒരു വചനം ഖുർആനിലില്ല എന്നാണ്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുന്ന ഒരു ധാർമ്മികത ഇസ്ലാമിനുണ്ട് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്ന ഒരു ധാർമ്മികത, മുഹമ്മദ് നബി മാതൃക കാണിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ധാർമ്മികത, അതിന് വിരുദ്ധമായ ഒരു അധ്യാപനം, ഒരു സൗകര്യം, ഒരു ഇളവ്, മുഹമ്മദ് നബിക്ക് പ്രത്യേകമായിട്ടൊരു സൗകര്യം ചെയ്തു കൊടുക്കൽ ഖുർആനിലുണ്ട് എന്ന് വിശ്വസിക്കാൻ ശരാശരി വിശ്വാസിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി എന്നോട് അങ്ങനെ പറഞ്ഞത്. ആ വ്യക്തി ഇന്നോ പിന്നീട് എപ്പോഴെങ്കിലോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യം ഓർമ്മ വരും. അപ്പം ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെ ഒരു വചനം ഖുർആനിലുണ്ട്. എന്നോട് ആ വ്യക്തി പറഞ്ഞ അങ്ങനെ ഒരു വചനം ഖുർആനിലില്ല, നീ കാണിക്കണം എന്നാണ്. ശരി, ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഉപാധി വെച്ചത് അങ്ങനെ ഒരു വചനം ഖുർആനിലില്ലെങ്കിൽ നിന്റെ നെഞ്ചിൽ ആദ്യത്തെ വെട്ടുവെട്ടുന്നത് ഞാനായിരിക്കും എന്ന് എന്നോട് എൻ്റെ രക്തബന്ധത്തിലുള്ള ആളാണ് പറഞ്ഞത്. എൻ്റെ സഹോദരനാണ് പറഞ്ഞത്. സഹോദരൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പം ഞാൻ ഖുർആനിൻ്റെ പരിഭാഷ എടുത്തു, മുന്നിൽ വെച്ച് കൊടുത്തു, വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ വായിച്ചു ഖുർആൻ 33-ാമത്. അത് വിശദീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവസാനം ഈ ഭാഗം വന്നു. എന്ത്? മുഹമ്മദ് നബിക്ക് സത്യവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് മുഹമ്മദ് നബിക്ക് സ്വയം സമർപ്പിച്ചാൽ അവരെ മുഹമ്മദ് നബി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇതാണ്. ഇത് വിവാഹമേ അല്ല ഈ ആയത്തിൻ്റെ പരാമർശം എന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ പിന്നീട് സംസാരിക്കാം. വിശദമായി ആ ഖുർആൻ വചനം മാത്രം പരിശോധിക്കാം, ഒരു കുഴപ്പമില്ല. ചെറുങ്ങനെ ഞാനിതിന് അവസാനത്തിൽ പറയുകയും ചെയ്യാം. എന്നിട്ട് അതിന് കൂടെ പറയുന്നു ഇത് സത്യവിശ്വാസികൾക്കൊഴികെ മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രമുള്ളതാണ്, മുഹമ്മദ് നബിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു നിയമം അള്ളാഹു അനുവദിച്ചത് മുഹമ്മദ് നബിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനാണ്. ഈ ഭാഗം നിങ്ങളൊന്ന് അടിവരയിടണം. കാരണം അക്ബർ സാഹിബ് ഇന്ന് വരെ നമുക്കാർക്കും കേട്ട് കേൾവിയില്ലാത്ത ഒരു മാട്രിമോണി ചെപ്പടി വിദ്യയുടെ ന്യായീകരണമാണ് ഇതിന് ശേഷം പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് മുഹമ്മദ് നബിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി അള്ളാഹ് അനുവദിച്ചു കൊടുത്ത ഒരു പ്രത്യേകമായ ഇളവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരാം. ഇത് വിമർശകർ പറയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഖുർആൻ വചനത്തെ അതിനടുത്തുള്ളതോ ഇത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കാകെ മാതൃകയാക്കാൻ പറഞ്ഞയച്ച ഒരാൾക്ക് എങ്ങനെ ഭൂഷണമാകും ഇങ്ങനെ ഈ ഒരു നിയമം എന്നതൊന്നും ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. അതാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. അഥവാ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് എന്നെ താങ്കൾക്ക് വിവാഹം ചെയ്യാമെന്ന് ആ സ്ത്രീക്ക് സ്വയം ഓഫർ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി പടച്ചവൻ നൽകിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് പടച്ചവൻ സത്യവിശ്വാസികൾക്ക്
പറയട്ടെ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഇഞ്ചിനിഞ്ചായും വിശ്വാസികൾ അനുധാവനം ചെയ്യേണ്ടുന്ന ഒരു ജീവിത മാതൃക കാണിച്ചു തരാൻ വന്ന ആളുടെ ജീവിതത്തിൽ നമുക്കാർക്കും തൊട്ടു നോക്കാൻ പാടില്ലാത്ത ഒരു പ്രത്യേക ഇളവ്, പ്രത്യേകിച്ച് ധാർമ്മിക കാര്യത്തിൽ അള്ളാഹ് നബിക്ക് കൊടുത്തുക. എന്തിനാ? മുഹമ്മദ് നബിക്ക് യാതൊരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശ്വാസികൾക്ക് വിഷമം ഉണ്ടായിക്കോട്ടെ എന്നാണോ അള്ളാഹിൻ്റെ തീരുമാനം? അല്ലെങ്കിൽ മുഹമ്മദ് നബി പറയണ്ടേ, അല്ലാ എനിക്ക് ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം, എൻ്റെ അനുയായികൾക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ അനുവാദം അവർക്കും കൂടി കൊടുക്കണം എന്നൊരു കാര്യം മുഹമ്മദ് നബിക്ക് അള്ളാഹിനോട് വേണമെങ്കിൽ ശുപാർശ ചെയ്യാലോ? അല്ലെങ്കിൽ എന്തപ്പോൾ കുഴപ്പം? മുഹമ്മദ് നബിക്ക് മാത്രം പ്രത്യേകമാക്കിയിട്ട് ഒരു ഇളവായിട്ട് അനുവദിച്ചു കൊടുക്കേണ്ട എന്ത് ഹലാക്കാണ് ഈ നിയമത്തിലുള്ളത്? ആലോചിക്കുക, ഒരു വിശ്വാസിയായ സ്ത്രീ ഒരു പുരുഷൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ എന്നെ താങ്കൾക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ അയാൾക്ക് ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിവാഹം കഴിച്ചോട്ടെ എന്നതാണ് നിയമമെങ്കിൽ അതെന്തിനാണ് മുഹമ്മദ് നബിക്ക് മാത്രമാക്കുന്നത്? അത് വിശ്വാസികൾക്കായ എന്താ കുഴപ്പം? അതിൻ്റെ കുഴപ്പമൊന്നും ആരെങ്കിലും അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തരണം. അത് 4ൽ കൂടുതലായാം എന്നൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് വരണ്ട. കാരണം ഇവിടെ ഒട്ടുമിക്കാലും വിശ്വാസികൾക്ക് ഇപ്പോൾ 1 ഭാര്യ 2 ഭാര്യയൊക്കെ ഉള്ളൂ. അപൂർവമാണ് ബഹുഭാര്യത്വമൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിലവിലാകെ 1 ഭാര്യ ഉള്ളൂ എങ്കിൽ 4 വരെ ഭാര്യമാർ ആകാമെന്നിരിക്കെ സത്യവിശ്വാസിയായ ഒരു പുരുഷൻ്റെ അടുത്ത് മറ്റൊരു സത്യവിശ്വാസിയായ സ്ത്രീ വന്നിട്ട് എന്നെ ഞാൻ താങ്കൾക്ക് സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ, ആ സ്ത്രീയെ ഈ ഇദ്ദേഹം വിവാഹം കഴിച്ച് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അതിലെന്താ കുഴപ്പം? അതെന്തിനാ മുഹമ്മദ് നബിക്ക് മാത്രമുള്ള ഇളവായി മാറുന്നത്? പറഞ്ഞു തരാം. അവിടെയാണ് വിവാഹം എന്നത് ഇവർ ബ്രാക്കറ്റ് ഇട്ട് ചേർക്കുന്നതിൻ്റെ കുൽസിതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിയെ, നീ വിവാഹമൂല്യം നൽകിയ നിന്റെ പത്നിമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരിൽ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ. ഇവിടെ നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ വിവാഹം എന്നൊരു സംഗതിയേ ഇല്ല. മുഹമ്മദ് നബിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകളുടെ വിശദീകരണമാണ്. ശ്രദ്ധിച്ച് വായിച്ചോളി. ഇത് നമ്മൾ എഴുതിയൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള D4 മീഡിയയിലുള്ള ഒരു സംഭവമാണ്. നബിയെ, നീ വിവാഹമൂല്യം നൽകിയ നിന്റെ പത്നിമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. എന്തിന്? ഉത്തരം അറിയാവുന്നവർ എഴുതിക്കോളൂ. വിവാഹമൂല്യം നൽകിയ പത്നിമാരെ അനുവദിച്ചു തന്നിരിക്കുന്നു. എന്തിന്? ഉത്തരം അറിയാവുന്ന വിശ്വാസികൾ പെട്ടെന്ന് വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും കമന്റിൽ എഴുതിക്കോളൂ. വിവാഹം കഴിക്കാൻ എന്നാണോ? വിവാഹമൂല്യം കൊടുത്ത പത്നിമാരെ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തു എന്നാണോ ഈ ഖുർആൻ വചനത്തിലുള്ളത്? ഇതെന്തിൻ്റെ അനുവാദമാണ്? ഉത്തരം അറിയാവുന്നവർ എഴുതി കാണട്ടെ. വിവാഹം കഴിക്കാൻ എന്നാണോ? ആണോ? അടുത്തത്, അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരിൽ നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും. ഓർക്കുക, ഇവിടെ ഫുൾ സ്റ്റോപ്പില്ല, ഇവിടെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. അള്ളാഹു മുഹമ്മദ് നബിക്ക് അനുവദിച്ചു കൊടുത്തതാണ് എന്ത്? യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരിൽ നിന്ന് മുഹമ്മദ് നബിയുടെ വലങ്കൈ, അതായത് 1/5 അങ്ങനെ ലഭ്യമായ അടിമ സ്ത്രീകളെയും എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവദിച്ചിരിക്കുന്നു എന്നാണ് കേട്ടോ. എന്തിന്? കല്യാണം കഴിക്കാനാ? സ്വന്തം അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്തിന്? ഉത്തരം എഴുതി നിങ്ങൾ. വേറെ വിശ്വാസികൾ ആരും ഉത്തരം എഴുതാത്തത് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഉത്തരം മനസ്സിലായില്ല? ഒന്നുകൂടി നമുക്ക് വായിക്കാം. അത് കഴിഞ്ഞിട്ട് അടിമ സ്ത്രീ ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും, അവിടെ കുത്തും കോമയും ഫുൾ സ്റ്റോപ്പും ഒന്നുമില്ലാതെ ഒരു ശ്വാസം ഒരു സ്പേസും ഇല്ലാതെ തുടർന്ന് പറയുന്ന ആളുകളുടെ ലിസ്റ്റുകൾ വായിക്ക്. അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരിൽ നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്തെത്തിയ നിന്റെ പിതൃവ്യപുത്രിമാർ. കേട്ടോളി. നിന്നോടൊപ്പം സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്തെത്തിയ നിന്റെ പിതൃവ്യപുത്രിമാർ, പിതൃസഹോദരി പുത്രിമാർ, മാതൃസഹോദര പുത്രിമാർ, മാതൃസഹോദരി പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. എവിടെ വിവാഹം? പിതൃവ്യപുത്രിമാർ, പിതൃവ്യന്റെ പുത്രിമാർ, അമ്മാവന്റെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. 33:50. എവിടെ വിവാഹം ചെയ്യേണ്ടത്? അടിമ സ്ത്രീകളെ പിന്നെ വിവാഹം ചെയ്യാനാണ് അനുവദിച്ചിരിക്കുന്നത്? അല്ല. ഖുർആൻ കയ്യിലുള്ളവർ അതെടുത്തൊന്ന് മറിച്ച് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇവരെഴുതി വെച്ച ബ്രാക്കറ്റിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് കുത്തും കോമയൊന്നും ഇല്ലാതെ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന ഒരു ഖുർആൻ വചനമാണ്. ഈ പറയപ്പെടുന്ന ആളുകളെ വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു എന്നല്ല ഖുർആനിലുള്ളത്. മുഹമ്മദ് നബിക്ക് അനുവദിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും വിവാഹം ചെയ്യാനല്ല അനുവദിച്ചിട്ടുള്ളത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം ഇനി ബാക്കിയൊക്കെ പറയട്ടെ.
സത്യവിശ്വാസിയായ സ്ത്രീ സ്വന്തത്തെ പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയുമാണെങ്കിൽ അതിനും വിരോധമില്ല. ഇതിലും പറയാനുള്ളത്, സത്യവിശ്വാസിയായ സ്ത്രീ സ്വന്തം ശരീരത്തെ മുഹമ്മദ് നബിക്ക് സമർപ്പിക്കാൻ തയ്യാറായി വന്നാൽ അതും അനുവദിച്ചിരിക്കുന്നു എന്നാണ്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അനുവദിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്തിനനുവദിച്ചിരിക്കുന്നു എന്നാ? വിവാഹം കഴിക്കാനോ? ആണോ? സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണിത്. അവരുടെ ഭാര്യമാരുടെയും അടിമകളുടെയും കാര്യത്തിൽ നാം നിയമമാക്കിയ കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. ഒന്നുകൂടി നിങ്ങൾ ആ ഭാഗം കേൾക്കാം. ഈ ഖുർആൻ വചനത്തിൽ ഇത് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിക്കുന്നതേ അല്ല എന്നതിൻ്റെ തെളിവാണ് സത്യവിശ്വാസികളുടെ കാര്യത്തിൽ, അവരുടെ ഭാര്യമാരുടെയും അടിമ സ്ത്രീയുടെയും കാര്യത്തിൽ നാം നിയമമാക്കിയത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന്. ഒന്നുകൂടി കേട്ടോളി. നിനക്ക് ഒന്നിലും ഒരു പ്രയാസവും ഉണ്ടാവാതിരിക്കാനാണിത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പുത്രിമാർ, മാതൃ സഹോദരപുത്രിമാർ, മാതൃ സഹോദരി പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. അടുത്തൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സത്യവിശ്വാസിയായ സ്ത്രീ സ്വന്തത്തെ പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയുമാണെങ്കിൽ അതിനും വിരോധമില്ല. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണിത്. അവരുടെ ഭാര്യമാരുടെയും അടിമകളുടെയും കാര്യത്തിൽ നാം നിയമമാക്കിയ കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. അതാണ്. അപ്പൊ അത് അവർക്കുള്ള അനുവാദം അവരുടെ ഭാര്യമാരുടെയും അടിമ സ്ത്രീകളുടെയും കാര്യത്തിലാണ്. അതെല്ലാവർക്കും അറിയാം. ഇത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ളത് വിവാഹമാണോ? വിശ്വാസികൾ ആലോചിക്കുക. ഉസ്താദുമാർ പലതും പറയും, കിതാബിൽ ബ്രാക്കറ്റ്, ആർക്ക് എന്ത് ബ്രാക്കറ്റ് എഴുതി കൂടാത്ത. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ആർക്കെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റെടുക്കുകയും ചെയ്യാം. കാരണം ഇപ്പം ചലഞ്ചിന്റെ കാലമാണല്ലോ. ഒരെണ്ണം കഴിഞ്ഞ്, ഇനി അടുത്തത്. ഇതിലിപ്പോൾ എന്താ കുഴപ്പം എന്നാണ് സാഹിബ് ചോദിക്കുന്നത്. നിനക്ക് ഒന്നിലും ഒരു പ്രയാസവും ഉണ്ടാവാതിരിക്കാനാണിത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. ഉറപ്പല്ലേ? ഇതെന്താ ഇങ്ങനെ കൊടുക്കാൻ കാരണം? അത് കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും രൂപത്തിലുള്ള സ്വാർത്ഥതയോട് കൂടിയാണോ? എങ്കിൽ ചരിത്രം പരിശോധിക്കട്ടെ. സത്യത്തിൽ അക്ബർ സാഹിബ് ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്? മുഹമ്മദ് നബിക്ക് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിട്ടാണോ എന്ന് അക്ബർ സാഹിബ് ചോദിക്കുമ്പോൾ എനിക്ക് അക്ബർ സാഹിബിന്റെ ഒരു സതീർത്ഥ്യന്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. എന്ത്? വീട്ടിലിരിക്കുന്ന ഭാര്യമാര് നല്ലോണം സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ കെട്ടുമായിരുന്നു. പക്ഷെ വീട്ടിലുള്ള ഭാര്യമാര് സമ്മതിക്കുന്നില്ല രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഉസ്താദിന് എന്തോ വേറെ താല്പര്യം ഉണ്ടായിട്ടാണെന്ന്. ഒന്നുമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്റെ പേരെന്താണ്? ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ എഴുതും, വേഗം എഴുതും. എനിക്കതാണ് ഓർമ്മ വന്നത്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തോ? ഏതെങ്കിലും സ്ത്രീകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പ്രവാചകരെ ഞാൻ താങ്കൾക്ക് എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ള അവരെ വിവാഹം ചെയ്തോ? ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താ ചെയ്തത്? അങ്ങനെ പല സ്ത്രീകളും വന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലുള്ള ആളുകളോട് ചോദിച്ചു, ആരെങ്കിലും ഇവരെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് അവരെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ ഒരു ഓഫറൊക്കെ വെച്ചു, പക്ഷേ അത് മുഹമ്മദ് നബി അത്ര കാര്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നതാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബിക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യം, മുഹമ്മദ് നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്തൊരു കാര്യം, വിശ്വാസികൾക്ക് ബാധകമല്ലാത്ത ഒരു കാര്യം എന്തിനാണ് കൂട്ടരെ ഖുർആനില്? അനാവശ്യമായ ഒരു ഖുർആൻ വചനം. ഈ ഖുർആൻ വചനത്തിന്റെ ഈ ഭാഗം കൊണ്ടുള്ള ആകെ ഉപകാരം മുഹമ്മദ് നബിക്ക് അക്ബർ സാഹിബ് ഇങ്ങനെ നാട് നീളെ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് ചീത്ത മേടിച്ചു കൊടുക്കും എന്നതല്ലാത്ത വേറെ എന്താണ്? അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല. മുഹമ്മദ് നബിക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഓഫർ, ആ മുഹമ്മദ് നബി അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസികൾക്ക് ബാധകവുമല്ല. അപ്പൊ ആ ഖുർആൻ വചനം അപ്രസക്തമല്ലേ? മുഹമ്മദ് നബിക്ക് പള്ളു കേൾപ്പിക്കാം എന്നതല്ലാത്ത എന്ത് ഉപകാരമാണ് ആ ഖുർആൻ വചനത്തിലെ ആ ഭാഗം കൊണ്ടുള്ളത് എന്ന് ദയവ് ചെയ്ത് അക്ബർ സാഹിബോ മറ്റു വിശ്വാസികളോ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. ഇനി മുഹമ്മദ് നബി ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ ചരിത്രം പരിശോധിക്കുന്നതിന് മുമ്പ് സാഹിബ് ഹദീസ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മുഹമ്മദ് നബിക്ക് പല നിയമങ്ങൾ, മുഹമ്മദ് നബിക്ക് പല ആഗ്രഹമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ മുഹമ്മദ് നബിക്ക് ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. അതൊരു വസ്തുതയാണ്. എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടാവും. എല്ലാവർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പരിഗണിക്കേണ്ടി വരും. മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് 40 വയസ്സുള്ള ഖദീജയെ കല്യാണം കഴിച്ചിട്ട് രണ്ടാമതൊരു വിവാഹം അവർ മരിക്കുന്നവരെ കല്യാണം കഴിക്കാതിരുന്നത്? നമുക്ക് വേണമെങ്കിൽ താല്പര്യമില്ലായിട്ടായിരുന്നു എന്ന് പറയാം. ചിലപ്പോൾ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ഖദീജയോടുള്ള പ്രണയം ആ അർത്ഥത്തിലായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഖദീജയെക്കുറിച്ചുള്ള പേടിയായിരിക്കും, നിയന്ത്രണമായിരിക്കും, എന്തു ആവാലോ. അപ്പം അതുകൊണ്ട്
ആഗ്രഹമുള്ള ഒരു കാര്യം ഖുർആൻ വചനം രൂപത്തിൽ ഇറക്കുകയും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത വേറെയും സന്ദർഭങ്ങൾ ഖുർആൻ വചനത്തിലുണ്ട്. ഈ ഖുർആൻ വചനത്തിന്റെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് നബി മറ്റൊരു വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നതായും ഇതിന്റെ സാങ്കേതികമായ ഒരു വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അതിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടതായിട്ടും ഞാൻ വേറെ സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. സംഭവത്തിലേക്ക് അപ്പോൾ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഖുർആൻ വചനത്തിലൂടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വഴിവെട്ടുകയും എന്നാൽ അത് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്ത വേറെയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മുഹമ്മദ് നബീനെ അള്ള ചീത്ത പറയുന്ന വേറൊരു ഭാഗം ഖുർആനിലുണ്ടല്ലോ. എന്താണത്? ഹഫ്സയുടെ വിരിപ്പിലിരുന്നുകൊണ്ട് തേൻ കുടിച്ച കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അത് അത് പ്രശ്നമായി. അപ്പം എന്തായി? ഞാൻ ഇനി തേൻ കുടിക്കൂല എന്ന് നബി പറഞ്ഞു. ഉടനെ അള്ളാഹത്തിറക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതെന്ന് ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യൂല, പഠിച്ചവനാണ് സത്യം എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചിട്ട് എത്ര ആൾ എന്തിനൊക്കെ സത്യം ചെയ്യും എന്നതുപോലെ. എന്നിട്ട് ആയത്തിറക്കി. അള്ളാഹ് അനുവദിച്ചെന്നൊരു കാര്യം ഭാര്യമാരെ പഠിച്ചിട്ട് വേണ്ടാന്ന് പറയേ, എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് വെച്ചിട്ട് പിന്നെ ആയത്തിറക്കി. ആ സംഭവം സാഹിബിന് അറിയാത്തതാണോ? അല്ല. അപ്പൊ ആയിഷ പറയുന്ന വേറൊരു ഹദീസ് കൂടി കേൾക്കുമ്പോൾ എന്തുകൊണ്ട് മുഹമ്മദ് നബി അങ്ങനെ വന്നവരെ സ്വീകരിച്ചിട്ടില്ല എന്നതിന് ഏകദേശം ഉത്തരം കിട്ടും. എന്താണെന്നറിയാമോ? ആയിഷയിൽ നിന്ന് ധരിക്കുന്ന ഒരു ഹദീസിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്വന്തം ശരീരം ദാനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വരുന്ന സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് അരിശം വരുമായിരുന്നു എന്ന് ആയിഷ പറഞ്ഞ ഹദീസ് ഉണ്ടോ ഇല്ലേ? അത് സഹിഹാണോ അല്ലേ? ഒരു സ്ത്രീ സ്വന്തം ശരീരം ദാനം ചെയ്യേ എന്ന് ആയിഷ ചോദിച്ചിരുന്നോ ഇല്ലേ? എന്താ മുഹമ്മദ് നബി ഇങ്ങനെ ശരീരം സമർപ്പിക്കാൻ വന്ന സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടില്ല എന്നതിൻ്റെ കാരണം എന്തായിരിക്കും ഇപ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സാമാന്യമായിട്ട് നമുക്കിതൊക്കെ ഒരു ധാരണ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഖദീജ ആയിഷേനെ പേടിച്ച് ആയിഷയ്ക്ക് ഭയങ്കരമായിട്ട് ആയിഷ മുഹമ്മദ് ബന്ധത്തിൽ വേറെ കുറേ എലമെൻസ് ഉണ്ട്. അതൊരിക്കൽ നമുക്ക് ഉമർ ഭായി ഒക്കെ ഉള്ള സമയത്ത് കുറച്ചുകൂടി അതിൻ്റെ സൈക്കോളജി പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അള്ള അനുവദിച്ചു വന്ന, ഇപ്പം ഞാൻ പറയട്ടെ, മുജാഹിദ് ബാലുശ്ശേരി രണ്ടാമതൊരു കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ടാ? അള്ള അനുവാദം കൊടുക്കാത്തോണ്ടാ ആണോ? ബാലുശ്ശേരി പറയട്ടെ, ബാലുശ്ശേരി പറഞ്ഞത് നമ്മളെ കയ്യിലുണ്ടല്ലോ. അപ്പൊ പിന്നെ മുഹമ്മദ് നബിക്ക് അള്ള അനുവദിച്ചു കൊടുത്ത ഒരു ശരീര സമർപ്പണത്തിന്റെ സ്വാതന്ത്ര്യം മുഹമ്മദ് നബി ഉപയോഗിക്കാതിരുന്നത് മുഹമ്മദ് നബിക്ക് തീരെ താല്പര്യമില്ലായിട്ടോ അള്ള അനുവദിക്കാത്തത് കൊണ്ടോ മാത്രമായിരിക്കണം എന്നില്ല, മറ്റു പല സാഹചര്യങ്ങളും അതിന് തടസ്സമായിട്ടുണ്ടാവാം എന്ന് ഞാൻ സാന്ദർഭികമായി അങ്ങയെ ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല. അക്ബർ സാഹിബ് ഈ ഒരു ഖുർആൻ വചനത്തിന്റെ സാങ്കത്യം വിശദീകരിക്കാൻ വേണ്ടി ഒരു ന്യായം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോളി. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഒരു അനുവാദം കൊടുത്തത്? അക്ബർ സാഹിബിന്റെ ന്യായം പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതും. എന്തേ ഇത്തരം ഒരു നിയമത്തിന് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാടിന്റെ ഭരണാധികാരിയാണ്. വിവാഹം ആവശ്യമുള്ള സ്ത്രീകൾ അവിടെ ഉണ്ടാകും, ലൈംഗികത ആവശ്യമുള്ള സ്ത്രീകൾ അവിടെ ഉണ്ടാകും. അവർക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് തുറന്നു പറയാനുള്ള അവസരം, പ്രവാചകരെ എന്നെ താങ്കൾക്ക് സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ആവശ്യമുണ്ട് എന്ന് പ്രവാചകൻ മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രവാചകൻ ആവശ്യമുണ്ടെങ്കിൽ വിവാഹം ചെയ്യാം. പക്ഷേ റസൂലുള്ള ഒരിക്കൽ പോലും അങ്ങനെ വിവാഹം ചെയ്തിട്ടില്ല. മറിച്ച് സ്വഹാബിമാരെ കൊണ്ട് പലരെ കൊണ്ടും അവർ വിവാഹം ചെയ്യിപ്പിച്ചതാണ് നമ്മൾ കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുവാൻ വേണ്ടി വചനങ്ങൾ ഉദ്ധരിക്കുന്ന ആളുകൾക്ക് പക്ഷേ വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ്, നിങ്ങൾക്ക് ഇതൊന്നും വസ്തുത അറിയണ്ട, നിങ്ങൾക്ക് ചരിത്രം അറിയണ്ട, നിങ്ങൾക്ക് വെറുതെ മുഹമ്മദ് നബീനെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഈ ഒരു ഫെസിലിറ്റി ഇസ്ലാമിൽ അങ്ങനെ മുഹമ്മദ് നബിക്ക് ഒരു അനുവാദമായി വെച്ചു കൊടുത്തതിൻ്റെ കാരണം എന്തായിരുന്നു? വസ്തുത മനസ്സിലായിട്ടില്ലേ? ഇപ്പോൾ പിന്നെ അക്ബർ സാഹിബ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. സംഗതി ഇങ്ങനെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ള ഈ മാരേജ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു ഏർപ്പാടിൻ്റെ ഏറ്റവും ആദ്യമമായിട്ടുള്ള ഒരു രൂപം സംഘടിപ്പിച്ചത് മുഹമ്മദ് നബിയാണ്. ഇത് നബിയാണ് കണ്ടുപിടിച്ചത്. മാരേജ് ബ്യൂറോ എന്ന് പറയുന്ന കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ ഒരു കണ്ടുപിടുത്തമാണ്. മുഹമ്മദ് നബിയാണ് അത് ജീവിതത്തിൽ ലോകത്ത് ആദ്യമായിട്ട് പ്രാവർത്തികമാക്കിയത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം സംവിധാനമായിരുന്നു ഇത്. എന്താണ്? മുഹമ്മദ് നബി ഭരണാധികാരിയാണ്. അപ്പം നാട്ടിൽ ലൈംഗികത ആവശ്യമുള്ളവർ, വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾ, ഭർത്താവില്ലാത്തവർ, വിധവകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുഹമ്മദ് നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, മുഹമ്മദ് നബിയെ എൻ്റെ ശരീരം ഞങ്ങൾക്ക് തരാം, സമർപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ഭരണാധികാരിയായ മുഹമ്മദ് നബിക്ക് മനസ്സിലായി, ഈ വന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ ചേച്ചിക്ക് വിവാഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ തന്നെ മുഹമ്മദ് നബി അനുയായികളുടെ നേരേക്ക് നോക്കിയിട്ട് വിളിക്കും, അങ്ങനെ വിവാഹത്തിന് താല്പര്യമുള്ള ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ മുഹമ്മദ് നബിക്ക് അവർക്ക് ഒരു ഇണയെ കണ്ടെത്താനുള്ള ഒരു സംവിധാനമാകും.
ഇങ്ങനെ ഒരു സാമൂഹ്യ മാരേജ് ബ്യൂറോ എന്ന സിസ്റ്റമായിട്ടാണ് ഈ ഖുർആൻ വചനം മുഹമ്മദ് നബി പ്രാവർത്തികമാക്കിയത് എന്നാണ് അക്ബർ സാഹിബ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വചനങ്ങൾക്കിടക്ക് തന്നെ വരുന്നതാണ് സൈനബ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. തന്റെ ദത്തുപുത്രനായ സൈദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത് വിവാഹമോചനം ചെയ്ത സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തുകൊണ്ട് ലോകത്തിന് അവസാന നാൾ വരെ നടപ്പാക്കപ്പെടേണ്ട ഒരു വലിയ തത്വം അത് പഠിപ്പിക്കാൻ വേണ്ടി ആ വിവാഹം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. ആ കൽപ്പനയാണ് അവിടെ കാണുന്നത്. എന്താണ് ആ കൽപ്പനയുടെ സാരം? എന്താണ് ആ കൽപ്പനയുടെ സാരം? മഹത്തായ ഒരു മാതൃക സ്വന്തം വളർത്തുമകൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് മുഹമ്മദിന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി വിശദീകരിച്ചിട്ട് നമ്മൾ ഇന്നത്തേക്ക് നിർത്തും. ഇതുകൂടി കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഖുർആൻ ഏതെങ്കിലും ഒരു ദൈവം ഭൂമിയിലുള്ള ലോകത്തുള്ള സകല മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാക്കുന്നതിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവികമായ നിയമങ്ങളുടെ ഒരു സംഹാരം, എന്താണ് പറയുക, ഇതാണോ ഒരു ഗ്രന്ഥമാണോ? അതല്ല, മുഹമ്മദ് നബി പറഞ്ഞതും താല്പര്യപ്പെട്ടതും ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടത് പിന്നീട് ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലാക്കിയതാണോ എന്ന് ഓരോ വിശ്വാസിയും ഇനി വരുന്ന ഒരു കാര്യം കൂടെ കേട്ടിട്ട് എന്താണത് ഖുർആൻ വിശദീകരിക്കുന്ന ആളുകൾ തന്നെ പറയട്ടെ. അള്ളാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ അവകാശമില്ല. ആരെങ്കിലും അള്ളാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ അവൻ വ്യക്തമായ വഴിക്കേടിലകപ്പെട്ടതു തന്നെ. എന്തിനാണ് ഈ ഖുർആൻ വചനം ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്ന ഒരു കഥയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, സൈനബ് വിവാഹം നടക്കണം. സെയ്ദ് മുഹമ്മദിൻ്റെ വളർത്തുമകനാണ്. വളർത്തുമകനായിരിക്കെ സൈനബിനെ കൊണ്ട് വിവാഹം കഴിക്കാൻ മുഹമ്മദ് നബി തീരുമാനിക്കുന്നു. സൈനബിനും സൈനബിൻ്റെ വീട്ടിലുള്ളവർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ മറ്റൊരു ആളെ വിവാഹം കഴിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സൈനബ് അതിനു മുൻപ്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയുടെ സമ്മതം നിർബന്ധമാണ് എന്ന് ഇസ്ലാമിക നിയമത്തിൽ ഇപ്പോൾ പറയുന്ന ഫിഖ്ഹിന്റെ നിയമത്തിലൊക്കെ പറയുന്ന കന്യകയല്ലാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹ കാര്യത്തിൽ അവളുടെ വാക്കാലുള്ള പൂർണ്ണ സമ്മതം ആവശ്യമാണ് എന്ന ഇസ്ലാമിക നിയമം ലംഘിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ മുഹമ്മദ് തീരുമാനിക്കുന്ന ഒരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഖുർആൻ വചനത്തിന്റെ സാരം. ഇതാണ് പശ്ചാത്തലം. സെയ്ദിനെ കൊണ്ട് സൈനബിനെ കല്യാണം കഴിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു മാതൃക കാണിക്കാൻ പോവാണ്. എല്ലാവരും പിടിച്ചിരുന്നോളി. അങ്ങനെ മുഹമ്മദ് ഈ ഖുർആൻ വചനം അവതരിപ്പിച്ചു. അള്ളാഹു റസൂൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനോ സ്ത്രീക്കോ മറിച്ചൊരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സൈനബിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നത് മുഹമ്മദ് നബീന്റെ തീരുമാനമാണ്. മറുത്തൊരു തീരുമാനം ഉണ്ടാവാൻ സത്യവിശ്വാസിയായ പുരുഷനും സ്ത്രീക്കും താല്പര്യമില്ല, കഴിയില്ല. അങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നു. കല്യാണം കഴിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സംഗതികളിൽ അവിടെ വശപ്പശകുകൾ ഇവർക്ക് അനുഭവപ്പെടുന്നു. സെയ്ദിന് താല്പര്യം കുറയുന്നു. സെയ്ദുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കഥകളൊക്കെ വേറെയുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിതിൻ്റെ ആശയം മാത്രം പറഞ്ഞു പോകണം. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സെയ്ദ് മുഹമ്മദിനെ സമീപിക്കുന്നു. എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ദ് മുഹമ്മദിനെ സമീപിക്കുന്നു. അങ്ങനെ സമീപിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹുവും നീയും ഔദാര്യം ചെയ്തു കൊടുത്ത ഒരാളോട് നീ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, നീ നിന്റെ ഭാര്യയെ നിന്നോടൊപ്പം നിർത്തുക, അള്ളാഹുവെ സൂക്ഷിക്കുക. അള്ളാഹു വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം നീ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു, ജനങ്ങളെ പേടിക്കുകയും. എന്നാൽ നീ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? സെയ്ദ് വന്ന ഇക്കാര്യം മുഹമ്മദിനോട് പറയുമ്പോൾ മുഹമ്മദിന് അറിയാമായിരുന്നു ഈ സൈനബ് എനിക്കുള്ളതാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് എന്ന്. അതറിഞ്ഞുകൊണ്ട് സെയ്ദിനോട് മുഹമ്മദ് പറഞ്ഞു, നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തുക. സൈനബിനെ മുഹമ്മദ് സ്വന്തമാക്കും, അല്ലെങ്കിൽ സൈനബ് മുഹമ്മദിന്റെ ഭാര്യയാകും എന്ന കാര്യം അള്ളാഹ് മുഹമ്മദിനെ നേരത്തെ അറിയിച്ചിരുന്നു, മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷെ പുറത്ത് പറയാൻ നാട്ടുകാരെ പേടിയായിരുന്നു. അപ്പൊ അള്ളാഹ് പറയാണ്, ഇജ്ജ് പേടിക്കേണ്ട അള്ളാഹിനെ മാത്രമാണ് നാട്ടുകാരെ അല്ലാന്ന്. അപ്പൊ എന്തിനാ നാട്ടുകാരെ പേടിച്ചത്? വളർത്തുമകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മകനെ പോലെ കണ്ട് പരിഗണിച്ച് വളർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വളർത്തുമകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സ്വന്തം മകന്റെ ഭാര്യയെ പോലെ തന്നെയാണ്, സ്വന്തം മകളെ പോലെയാണ്. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്തെ മനുഷ്യരുടെ ധാർമ്മികതയിൽ വളർത്തുമകൻ സ്വന്തം മകനെ പോലെ പരിഗണിക്കപ്പെടുകയും സ്വത്തിൽ അവകാശം കൊടുക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ സെയ്ദിന്റെ കാര്യത്തിൽ മുഹമ്മദ് നുബുവത്തിന് മുൻപ് നടന്നിട്ടുള്ള കാര്യം എന്താണ്? മുഹമ്മദ് സെയ്ദ് എന്ന് പറയുന്ന ബാലനെ മുഹമ്മദ് ഖദീജയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഖദീജ മുഹമ്മദിന് സമ്മാനിച്ച അടിമ ബാലനാണ്.
ആ അടിമയായിരുന്ന ആ ബാലനെ അന്വേഷിച്ചുകൊണ്ട് അവൻ്റെ രക്ഷിതാക്കൾ പിന്നീട് വരികയും കണ്ടെത്തുകയും അവനെ തിരിച്ചാവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മുഹമ്മദ് നബിയോടുള്ള ഒരു സ്നേഹവും ഇഷ്ടം കൊണ്ട് ഈ ബാലൻ പറഞ്ഞു, ഞാൻ രക്ഷിതാക്കളുടെ കൂടെ വരുന്നില്ല, ഞാൻ മുഹമ്മദ് നബീൻ്റെ കൂടെ, അന്ന് നബിയല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ സന്തോഷാധിക്യത്തിൽ മുഹമ്മദ് നബി പറഞ്ഞു, ഇന്ന് മുതൽ ഇദ്ദേഹം എൻ്റെ അടിമയല്ല, എൻ്റെ വളർത്തുമകനാണ്. ഇവൻ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നറിയപ്പെടുമെന്നും ഞാൻ ഇവന് എൻ്റെ മകനുടെ അവകാശങ്ങൾ നൽകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഖുറൈശികൾക്കിടയിൽ പ്രഖ്യാപനം നടത്തി. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മഹാസംഭവമായിട്ട് ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഉള്ള സെയ്ദാണ് സൈനബിനെ കല്യാണം കഴിക്കുന്നതും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുഹമ്മദിൻ്റെ അടുത്ത് പരാതി പറയുന്നതും ഇജി ഓളെ തൽക്കാലം എൻ്റെ കൂടെ തന്നെ നിർത്ത് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതും. എന്നാൽ സെയ്ദിൻ്റെ അടുത്തുനിന്ന് സൈനബിനെ വിവാഹം കഴിക്കും എന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. അത് ഒളിച്ചു വെക്കുകയും നാട്ടുകാരെ പിടിക്കുകയും ചെയ്തത്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇനിയും കേൾക്കണം. പിന്നീട് സയ്യിദ് അവളിൽ നിന്ന് തന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ നാം അവളെ നിന്റെ ഭാര്യയാക്കി തന്നു. അപ്പൊ സയ്യിദിന് ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബിക്ക് ഭാര്യയാക്കി കൊടുത്തു. ഇതെന്തിനു വേണ്ടി നടപ്പിലാക്കിയതാണെന്ന് നിങ്ങൾക്കറിയാം. ഇസ്ലാമിൻ്റെ ധാർമ്മികത നിങ്ങൾ ആലോചിക്കണം. സത്യവിശ്വാസികളായിട്ടുള്ള ഓരോ രക്ഷിതാക്കളും ആലോചിക്കണം. നിങ്ങൾ എടുത്തു വളർത്തിയ ഒരു മകനുണ്ടായിരുന്നു നിങ്ങൾക്കെങ്കിൽ ആ മകനെ കൊണ്ട് നിങ്ങൾ വിവാഹം കഴിപ്പിച്ച ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അവനെ കൊണ്ട് വിവാഹമോചനം നടത്തിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വിവാഹമോചനം നടത്തിയതിന് ശേഷമോ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള അവകാശം സ്ഥാപിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ആത്മാഭിമാനം പണയം വെച്ച് കാണിച്ചു തന്ന ഉത്തമമായ മാതൃകയാണ് ഈ ഖുർആൻ വചനം എന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ അതിൻ്റെ പ്രചാരകരും പ്രബോധകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഖുർആൻ വചനത്തിനും ഇങ്ങനെ ഒരു നിയമത്തിനും എത്ര മാർക്ക് കൊടുക്കുമെന്ന് വിമർശകരോട് പറയണ്ട, നിങ്ങളുടെ സ്വന്തത്തോട് ചോദിക്കുക, നിങ്ങളുടെ ആത്മാഭിമാനത്തോട് ചോദിക്കുക, നിങ്ങളുടെ ധാർമ്മിക ചിന്തയോട് ചോദിക്കുക. ഈ ഖുർആൻ വചനത്തിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്, ഒരു പെൺകുട്ടിയെ അവരുടെ സമ്മതമില്ലാതെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിപ്പിച്ചതും വിവാഹമോചനത്തിലേക്ക് തള്ളിവിട്ടതും അതിനുശേഷം സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിച്ചതും ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ ഈ ധാർമ്മിക പദ്ധതി നടപ്പിലാക്കേണ്ടിയിരുന്നത്? നിങ്ങൾ ആലോചിക്കും. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്നുള്ള ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്കൊട്ടും വിഷമമുണ്ടാവാതിരിക്കാനാണിത്. അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാണ് സത്യവിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ വളർത്തു മക്കളുടെ ഭാര്യമാരെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ അവരാവശ്യം പൂർത്തീകരിച്ചാൽ, മക്കൾ ആവശ്യം പൂർത്തീകരിച്ചാൽ മരുമക്കളെ വിവാഹം കഴിക്കുന്നതിൽ രക്ഷിതാക്കളായ വാപ്പാർക്ക് തന്തമാർക്ക് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിപ്പിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒഴിഞ്ഞു പോയിരുന്നിട്ട് ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തുമകന്റെ ഭാര്യനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഖുറാനിൽ ഈ ആയത്തുണ്ടായത്, അതോ മുഹമ്മദ് നബിക്ക് സൈനബിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഇതുകൊണ്ടുള്ള ദോഷം എന്താണ്? ഞാൻ ഈ വിമർശനം ഉന്നയിക്കാറുള്ളത് ആകെ മുഹമ്മദ് നബി വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല. അതിനുവേണ്ടി സെയ്ദിനെ മകനാണെന്ന് പറഞ്ഞ സെയ്ദിനെ സ്വന്തം മകനാണെന്നും അനന്തരാവകാശം ഉണ്ടായിരിക്കുമെന്നും ഖുറൈശികളുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്ത മുഹമ്മദ് ആ വാഗ്ദാനത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും മകനെ എന്ന് വിളിച്ചതുകൊണ്ട് മകനാകൂല, വാപ്പ എന്ന് വിളിച്ചുകൊണ്ട് വാപ്പയാകൂല, നിങ്ങളെ മകനല്ലാത്തതൊന്നും നിങ്ങളെ മകനല്ല എന്ന് പറഞ്ഞിട്ട് ദത്ത് എന്ന് പറയുന്ന ആ സംവിധാനത്തെ നിരോധിക്കുകയാണ് മുഹമ്മദ് ആദ്യം ചെയ്തത്. അതെന്തിനാ? നേരത്തെ പറഞ്ഞ നാട്ടുകാരെ പേടി ഒഴിവാക്കാൻ. കാരണം ദത്തുപുത്രൻ യഥാർത്ഥ പുത്രനല്ല എന്ന് ആദ്യം ഒരു നിയമം ഉണ്ടാക്കുക. അപ്പൊ പിന്നെ മകന്റെ ഭാര്യനെ കല്യാണം കഴിച്ചു എന്നുള്ള ചീത്തപ്പേര് വരില്ലല്ലോ. കാരണം എന്താ? ടെക്നിക്കലി സെയ്ദ് ഇപ്പം മകനല്ലല്ലോ. ടെക്നിക്ക് പിടികിട്ടിയ ഈ ഒരു നിയമം, സാമൂഹികമായ ഈ ഒരു നിയമം, അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു നിയമത്തെ തകർത്തുകൊണ്ട് മുഹമ്മദ് ദത്ത് നിരോധിക്കുക എന്നതാണ് സൈനബിനെ വിവാഹം കഴിക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ട് ചെയ്തത് എന്നതുകൊണ്ടാണ് ഞാൻ സൈനബ് സെയ്ദ് അല്ലെങ്കിൽ സൈനബ് മുഹമ്മദ് വിവാഹത്തെ വിമർശിക്കാറുള്ളത് എന്നുകൂടി സൂചിപ്പിക്കാം. എന്തുകൊണ്ടാണ് ആയിഷ വിവാഹത്തെ ഞാൻ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അന്ന് 9 വയസ്സുകാരിയെ കല്യാണം കഴിച്ചു എന്നതുകൊണ്ടേ അല്ല. ഞാൻ അത്തരം എന്താ പറയുക, അതിൻ്റെ വേറെ ആ ആംഗിളിലുള്ള രീതിയിലുള്ള വിമർശനവും ഉന്നയിക്കാറില്ല. പക്ഷേ ഇന്നും ഇസ്ലാമിൽ ശൈശവ വിവാഹം ഉൾപ്പെടെ ബാലവിവാഹം, ശൈശവ വിവാഹം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നതിന് വിവാഹത്തിന് കന്യകയാണെങ്കിൽ, ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ഇഷ്ടവും അവരുടെ സമ്മതവും ഇല്ലാതെ വിവാഹം കഴിച്ചാൽ അത് സാധുവാകും എന്നതിന് തെളിവായിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നത് മുഹമ്മദ് ആയിഷ വിവാഹത്തെയാണ് എന്നതുകൊണ്ടാണ് ഈ നൂറ്റാണ്ടിൽ
മുഹമ്മദ് ആയിഷ വിവാഹം വിമർശിക്കപ്പെടേണ്ടത്. അതല്ലാതെ അതിൻ്റെ ലൈംഗികതയെ മുൻനിർത്തി അല്ല. ഇതാണ് മുഹമ്മദിൻ്റെ വിവാഹങ്ങളിലൊക്കെ ഞാൻ വിമർശനം നടത്തുന്നത്. അതിൻ്റെ സാമൂഹിക പ്രസക്തി എന്താണ്, അത് ഇന്നുള്ള സമൂഹത്തെ, ഇന്നുള്ള വിശ്വാസി സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക, ഇസ്ലാമിക നിയമങ്ങളിൽ അതെന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുഹമ്മദിൻ്റെ ലൈംഗികതയെ, മുഹമ്മദിൻ്റെ ദാമ്പത്യ ജീവിതത്തെ, വിവാഹങ്ങളെയൊക്കെ ഞാൻ വിമർശിക്കാറുള്ളൂ എന്നതാണ് അതിനോട് ചേർത്ത് പറയാനുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വിശ്വാസികൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുക, ഇത് ശരിക്കും ആരുടെ ഗ്രന്ഥമാണ്, എന്തിനാണ് ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് എന്നതാണ് പറയാനുള്ളത്.